പ്രത്യേകിച്ച് ഈ രാത്രിയും വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം ഭാഗമായിരിക്കും നാം തൊട്ടുവെക്കുന്നത്. രാത്രി എനിക്ക് മടങ്ങിപ്പോകണം. അതുകൊണ്ട് ഇന്നലെ അവസാനിപ്പിച്ചതുപോലെ 9:40 പ്രഭാഷണം നമ്മുടെ കൺക്ലൂഷനോട് കൂടി അവസാനിക്കും. 11 വാക്യങ്ങളായിരിക്കും. ഈ രാത്രി ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്നലെ ഒരു ഭാഗം പറഞ്ഞു, 3-ാം ഭാഗമായിരിക്കും ഈ രാത്രി. കൺവെൻഷൻ്റെ പ്രഥമ രാത്രി നാം തുടങ്ങി വെച്ചു. വെളിപ്പാട് പുസ്തകം 24:5-6 ഞാൻ ന്യായാസനങ്ങളെ തുറന്നു. ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായവിധി ഉണ്ടായി. യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും വചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോട് മുദ്രയേൽക്കാതിരുന്നവർ ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇത് രക്തം വീഴുന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. 3 ഭാഗങ്ങൾ കൂടി എന്ന് പറയുമ്പോൾ മശിഹായുടെ വരവിൽ ആരെടുക്കപ്പെടുമെന്നൊരു കാര്യം പറയുമ്പോൾ ഈ രാത്രിയിലെ യോഗം സമാപിക്കും. അതിനാസ്പദമായി 1-ാം മൃഗം ഭൂമിയിൽ നിന്ന്, അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി ദാനിയേൽ തൊട്ടുവെച്ചു. ദാനിയേൽ 8, 23, 24, 25 അവരുടെ രാജ്യത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്ക്. അവൻ്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല, പിശാച് അധികാരം കൊടുക്കുക. ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ അവൻ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. വെളിപ്പാട് 13, 11, 12 രണ്ടാമതൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അങ്ങനെ മൃഗം ഭരണത്തിൽ വന്നാൽ എന്ത് ചെയ്യും? അവൻ റോബോട്ടിനെ കരങ്ങളിലാക്കി ഉലകത്തോട് ഇടപെടും. വെളിപ്പാട് 13, 15 മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. അതിൻ്റെ പേര് നിയന്ത്രിത ബുദ്ധിയായി. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. ഇന്നലെ രാത്രി സാത്താന് മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല. തിരുവനന്തപുരം കാടൽ ജൻസൺ രാജ, തിരുവനന്തപുരം ആര്യ ടീച്ചർ, ദേവി ടീച്ചർ, നവീൻ, കിളിയൂരിലെ ജോസേട്ടനെ പ്രജിത്ത് കൊന്നു. ഇവരെല്ലാം സാത്താനെ ആരാധിക്കുന്നവർ. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് പോയ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇൻ്റർനെറ്റിനെ ഹാക്ക് ചെയ്താൽ പൊട്ടിത്തെറികൾ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ലെബനോനിലെ പേജർ സ്ഫോടനം. അതിനാസ്പദമായി ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു. താമസമില്ല റോബോട്ടിൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരും. ആ പ്രതിമ വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം നാം കാണും. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ്, ഒരുപക്ഷെ ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളുമെല്ലാം പൊട്ടിത്തെറിക്കുന്ന ഒരു കാലം വരുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിക്ക് UK-യിലെ ഇൻ്റർപോൾ അഥവാ UK-യിലെ യൂറോപോൾ രഹസ്യാന്വേഷണ സംഘടന അവർ മുന്നറിയിപ്പ് കൊടുത്ത് സാർ സൂക്ഷിക്കണം, അതുകൊണ്ട് അദ്ദേഹം അത് ഉപയോഗിക്കത്തില്ല. ഇസ്രയേലിലെ ബെഞ്ചമിൻ നെതന്യാഹു മോഡി സാറിനോട് പറഞ്ഞു ലാപ്ടോപ്പ് കരങ്ങളിൽ എടുക്കരുത്, അതിനകത്ത് ഹാക്ക് ചെയ്യാനുള്ള സാധ്യത. അതുകൊണ്ട് അദ്ദേഹം ഉപയോഗിക്കാത്തത്. ഇന്ന് റോബോട്ടിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ ജെഫ്രി ഹിൻഡൻ കാനഡയിൽ പോയി സ്വസ്ഥമായിരിക്കുന്നു. റോബോട്ട് അദ്ദേഹത്തെ കയറി പിടിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ പൊട്ടിത്തെറിക്കുമെന്ന് ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ 1950 അലൻ ടോറി അദ്ദേഹം ആദ്യമായി പറഞ്ഞു. ഈ ഇൻ്റർനെറ്റ് സംവിധാനം കമ്പ്യൂട്ടറുകൾ പൊട്ടിത്തെറിക്കും. ലെബനോനിൽ 3000 പേജർ പൊട്ടിത്തെറിച്ചെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഈ സിസ്റ്റം ഒരുവൻ്റെ കയ്യിൽ കിട്ടിയാൽ, അതിൻ്റെ സോഫ്റ്റ്വെയർ അവൻ്റെ കൈകളിലായാൽ, അവൻ അത് മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ മൊബൈലുകൾ മുഴുവൻ ഹാക്ക് ചെയ്ത് പൊട്ടുന്നൊരു കാലം വരും. ആ പൊട്ടിത്തെറി ഇവിടെ നടക്കുന്നതിന് മുമ്പ് കാന്തൻ്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങുമെന്ന് ഇന്നലെ രാത്രി. രണ്ടാമത് ഇന്ന് ആ ഭാഗത്തിലേക്ക് വെളിപ്പാട് 13, 16, 17, 18 അന്ന് ചെറിയവർ വലിയവർ സമ്പന്നർ ദരിദ്രർ ദാസർ ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാതെ ഇരിക്കും. മനുഷ്യനക്കത്തിൽ പറയപ്പെടും. ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. ആ സംഖ്യ 666. അതിനോടാസ്പദമായി എല്ലാ മനുഷ്യരും ലോകരാജ്യങ്ങൾ കൈവെക്കേണ്ടി വരും. ഇന്ന് രാത്രി അതുകൂടെ പറയുമ്പോഴായിരിക്കും അവസാനിക്കുന്നത്. യോബ് 37 താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ അവൻ സകല മനുഷ്യൻ്റെ കൈമുദ്രയിടുന്നു. അതാ ഇന്ന് വരാൻ വന്ന സഞ്ചാർ സാത്തി. ഉടനെ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിന് ഇംഗ്ലീഷിൽ ഡിഫൈൻ ചെയ്യുന്നൊരു വേർഡുണ്ട്, ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലിമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അതായിരിക്കും ഈ രാത്രി ചിന്തിക്കുന്നത്. അതുകൊണ്ട് യഹൂദനോടുള്ള ബന്ധത്തിൽ അവൻ ഒരിക്കലും ചിപ്പ് വെക്കത്തില്ല. ആ ചിപ്പ് വെക്കാത്ത പ്രത്യേകത മോശയുടെ കൊച്ചുമക്കൾ ഇന്ന് ഇസ്രായേലിനകത്ത് 3 പേരുണ്ട്. ഹസദിക്ക്, ഹർദീക്ക്, നെട്ടൂരി, കർത്ത. ഈ ഇസ്രായേൽ മോശയുടെ കൊച്ചുമക്കൾ എന്ന് പറയുന്നു. അവർ ഒരു കാരണവശാലും ചിപ്പ് വെക്കത്തില്ല. അവരുടെ കയ്യിലിരിക്കുന്ന പഴയ മോശയുടെ പ്രമാണം പുറപ്പാട് 13:9 എഴുതിയിട്ടുണ്ട്. എന്താ? യഹോവയുടെ വചനം നിൻ്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപകലക്ഷ്യം, നിൻ്റെ കൈകളിൽ മേൽ അത് ചുറ്റിയിരിക്കണം. അതുകൊണ്ടാണ് യേശു യഹൂദനോട് പറഞ്ഞ്, മക്കളെ ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും, നിങ്ങളുടെ വചനമഴിച്ച് മൈക്രോ ചിപ്പ് വെക്കും. അതിനുശേഷം യഹൂദൻ ഒരു കാരണവശാലും മൈക്രോ ചിപ്പ് വെക്കത്തില്ല. ബെഞ്ചമിൻ നെതന്യാഹു കോവിഡ് കാലത്ത് പ്രായം ചെന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും വേണ്ടി ചിപ്പൊരുക്കി. അതിൻ്റെ പേര് ഹൈഷാൻ.
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാനോ ചിപ്പായ ഷാബ് ഒരുക്കി. അവരുടെ കയ്യിൽ ലേവ്യ പുസ്തകം 13:28 ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എഴുതി, പുള്ളി ത്വക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ നിൽക്കുകയും നിറം മങ്ങുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിൻ്റെ തിമിർപ്പാകുന്നു. അവനെ പുരോഹിതൻ പാളയത്തിൽ നിന്ന് തള്ളിക്കളയും. അതുകൊണ്ട് അവർ കൈമേലും നെറ്റിമേലും ചിപ്പേക്കത്തില്ല. അന്ന് യഹൂദൻ്റെ തല വെട്ടുന്ന ഒരു കാലം വരും. അതുകൊണ്ട് ആ രക്തസാക്ഷികളുടെ പേര് പീഡാകാല രക്തസാക്ഷികൾ. ഇന്നലെ രാത്രി 2 ചിപ്പ് ഒരു മനുഷ്യൻ്റെ കയ്യിൽ വെക്കുവാൻ ഇടവരുമോ? ഇന്നലെ രാത്രി അതിനാസ്പദമായി 2009 ആധാർ, അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രിയും ചിന്തിക്കും. ATM കാർഡ്, അതിനുശേഷം നമ്മുടെ പുറകെ വന്ന ആനയുടെ വാലയിൽ ചിപ്പ്, അത് കഴിഞ്ഞ് പാസ്പോർട്ടിനകത്ത് മൈക്രോ ചിപ്പ്, പുതിയ കാറിൽ RFID മൈക്രോ ചിപ്പ്, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ, അത് കഴിഞ്ഞ് അതെല്ലാം മാറി. ഇന്ന് ചെമ്പൂരായാലും വെള്ളറുടെ ആയാലും എവിടെ ചെന്നാലും QR കോഡ് സ്കാൻ ചെയ്യുക, മനസ്സിലാകുന്നവർക്കായി. അത് മാത്രം ഇനി കൈകളിൽ കയറും. അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, 2 ചിപ്പ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. FSA ലേഖനം 4:30 വായിച്ചുകൊണ്ട് ഇന്നലെ രാത്രി കുഞ്ഞുങ്ങൾ അവസാനിച്ചു. അതിനകത്ത് എഴുതി വെച്ചു, ദൈവസഭയോടും ദൈവമക്കളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മ ശക്തിയുള്ള സഭയെ ചേർക്കാൻ കാന്തൻ വരും. സാത്താൻ്റെ മുദ്ര നാം ഏൽക്കത്തില്ല. വെളിപ്പാട് 15:2 ഇന്നലെ വായിച്ചു, തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിൻ്റെ വീണകൾ മീട്ടിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് ഇന്നലെ രാത്രി പാടിയത്, കുഞ്ഞാട് അതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല, തരുമനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്ര. അതിനാസ്പദമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇന്നലെ ഞാൻ ഈ അജി ബ്രദർ ലൈവ് കൊടുത്തപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒത്തിരി സ്നേഹിതരിക്കുന്നു, ഷൈനെല്ലാം ഇതിനകത്തിരിക്കുന്നു. ഇന്ന് രാവിലെ ഈ സാമ്പത്തിക തട്ടിപ്പിനെ പറ്റി പലരും ഇന്നലെ രാത്രി ആ ലൈവ് കണ്ടിട്ട് രാവിലെ എന്നെ വിളിച്ചു, പാസ്റ്റർ അതൊന്ന് ക്ലിയർ ആക്കണം. സ്റ്റേജിൽ കൂടെ ആകുമ്പോൾ നമ്മൾ മുറിയിലിരുന്ന് ലൈവ് കൊടുത്താൽ ഇത്രയും ക്ലിയർ ആകത്തില്ല. സ്റ്റേജിൽ കൂടെ പറയുമ്പോൾ ഈ ഓൺലൈൻ തട്ടിപ്പിനെ പറ്റി എന്താ നടക്കുന്നതെന്നൊന്ന് പറയണം. അതുകൊണ്ട് ഇന്ന് വളരെ സ്പീഡ് കുറച്ച് ക്ലാരിഫിക്കേഷനായിട്ട് നിങ്ങളോടൊന്ന് പറഞ്ഞു തരാം. ഒരു പക്ഷേ അതിൻ്റെ മൈന്യൂട്ട് വീഡിയോ അജി ബ്രദർ ഇടുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാം. ഒക്ടോബർ മാസത്തിൽ 15-ാം തീയതി 16-ാം തീയതി 15-ാം തീയതി ഉച്ചയ്ക്ക് എനിക്കൊരു കോള് വന്നു. അത് 82 എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്നാണ്. ആ സമയത്ത് ഞാനതെടുക്കാൻ പറ്റിയില്ല. തിരിച്ചു വിളിച്ചപ്പോൾ അവരും എടുക്കുന്നില്ല. പിറ്റേന്ന് 16-ാം തീയതി മറ്റോ ഒരു ദിവസം ഉച്ചയ്ക്ക് എനിക്ക് വൈകിട്ട് കൺവെൻഷൻ ഉണ്ട്, ഞാൻ ഡ്രസ്സെല്ലാം എടുക്കുന്ന സമയത്ത് ഇതേ കോള് വന്നു. സമയം എൻ്റെ മുമ്പിലില്ല. എടുത്തുടനെ പറഞ്ഞു, എൻ്റെ ഒഫീഷ്യൽ നെയിം ചോദിച്ചു. സജു ചാത്തന്നൂരിൽ എൻ്റെ ഒഫീഷ്യൽ നെയിം, മറ്റൊരു പേരാ ഒഫീഷ്യൽ നെയിം ചോദിച്ചു ഇംഗ്ലീഷിൽ. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അക്കൗണ്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ വഴി ഒരുപാട് പണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ടല്ല, അത് മറ്റൊരു വ്യക്തിയുടെ കാര്യത്തിൽ എൻ്റെ നമ്പറാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അത് വെച്ചാൽ ഇവർ വിളിച്ചിരിക്കുന്നത്. 2015 മുതൽ 20 വരെ ഒരു വിദേശത്ത് നല്ല ബിസിനസ് ചെയ്യുന്നൊരു പ്രവാസിയുടെ ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും മുഴുവൻ ഞാനായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ട്രാൻസാക്ഷൻ ഉണ്ട്. വിദേശ രാജ്യത്ത് നിന്ന് പൈസ അയക്കും, GST വകുപ്പ്, പുരയിടം, കെട്ടിടം, പണി, ഇതെല്ലാം ചെയ്യുന്നു. ഇതിൻ്റെ ഫണ്ടെല്ലാം അദ്ദേഹം അയക്കുമ്പോൾ ഇതിൻ്റെ കണക്കുകൾ മുഴുവൻ സൂക്ഷിക്കുന്നത് ഞാനാണ്. 4 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അവിടെ എല്ലാം അദ്ദേഹം വിദേശത്തായതുകൊണ്ട് എൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഈ ബാങ്കുകളിലെല്ലാം അക്കൗണ്ട് കൊടുത്തിരിക്കുന്നത് നമ്പർ താങ്കളുടെ ആണല്ലോ? അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനപ്പോൾ അവരോട് ചോദിച്ചു, ആർ യു കാളിംഗ് ഫ്രം വെയർ? അപ്പോൾ അവരിങ്ങനൊരു മറുപടി പറഞ്ഞു, വി ആർ കാളിംഗ് മുംബൈ ക്രൈം ഡിറ്റക്റ്റീവ് മണി ലാൻഡറിങ്. CBI ആയിട്ട് ബന്ധപ്പെട്ട് പൈസ തട്ടിപ്പിൻ്റെ ഒരു ലാൻഡറിങ് യൂണിറ്റ്, മണി തട്ടിപ്പിൻ്റെ യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ കൈൻഡ്ലി ഗീവ് യുവർ നൈം. അപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞു, മൈ നൈം ഈസ് വിജയ് ശങ്കർ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ മൊബൈലിൽ യുവർ കോളിംഗ് നൗ മൊബൈൽ അവൈലബിൾ നോട്ട് വാട്സപ്പ്. എൻ്റെ മൊബൈലിൽ അതിൽ വാട്സപ്പ് ഇല്ല. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരു 2 BSNL നമ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഒന്നിൽ വാട്സപ്പ് ഇല്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ പുറകെ നിന്നൊരു ഹിന്ദിക്കാരൻ പറയുന്നുണ്ട്, ഉൻകാ വാട്സപ്പ് നമ്പർ ദേതു, ഉൻകാ വാട്സപ്പ് നമ്പർ ദേതു, വീഡിയോ കോൾ. അപ്പം എനിക്ക് പിടി കിട്ടിയവൻ ഹിന്ദിക്കാരനാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ആപ്കോ ഹിന്ദി ബാത് കർണേക്കോ ആത്താകെ? അപ്പോൾ അവനും പറഞ്ഞു ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ഹിന്ദി ബാത് കർണേക്കോ ആത്താകെ? അന്നേരം പറഞ്ഞു. ഉടനെ അവൻ പറയുക, ഒരു 30 ലക്ഷം രൂപ, 30 लाख, आप 30 लाख रुपया देगा, इसी केस से आपको छोड़ेगा. 30 ലക്ഷം രൂപ എനിക്ക് തരാമെങ്കിൽ ഞങ്ങൾ ഈ കേസിൽ നിന്ന് മാറ്റാം. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ആരാ കേസ്, എന്തുവാ കേസ്? നേരെ പറഞ്ഞ് ജഡ്ജി പുറമേ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ജഡ്ജി. അപ്പം ജഡ്ജിക്ക് വാട്സപ്പ് വഴി വീഡിയോ കോളിൽ എന്നോട് സംസാരിക്കണമെന്ന്. എനിക്കാണെങ്കിൽ 5:30 മണിക്ക് 6 മണിക്ക് സ്റ്റേജിലെത്താനുണ്ട്. ഇത് 1:30 മണിക്ക് ശേഷമാണ്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ജഡ്ജി എന്നോട് സംസാരിക്കാൻ യാതൊരു മാർഗവുമില്ല. ഒന്ന്,
നിങ്ങൾ എനിക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖ എനിക്ക് ഇമെയിലായിട്ട് അയക്കണം, അല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സിൽ വരണം. അപ്പോൾ അവർ പറഞ്ഞു അതല്ല, ഇത് ഇമ്മീഡിയറ്റായിട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ്, പണം തട്ടിക്കുന്നവരെ വിചാരണ ചെയ്യുന്ന കോടതിയാണ്. ഞാൻ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും പഠിക്കുക, ഇത്രയും വിദ്യാഭ്യാസമുള്ള അദ്ദേഹത്തിൻ്റെ വിജയ് ശങ്കറിനോട് ഞാൻ ഹിന്ദിയിൽ പറഞ്ഞു, സാർ आप एक केस में मेरे को पहुंचाएगा, आप मेरे लिए एक लेटर भेजना मांगता, इधर ईडी होएगा, क्राइम ब्रांच होएगा, पुलिस होएगा, कोई आदमी होएगा, हम लोग को पहले बुलाएगा, हम लोग का बात सुन के बाकी फाइनल करेगा, क्यों मैं पैसा देने का है. ആ സമയത്ത് ഇവനൊരു സംശയം, അദ്ദേഹം എന്നോട് ചോദിച്ചു, ആ ഗവൺമെൻറ് കാം കർത്ത, ഞാൻ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവനാണെന്ന് ചോദിച്ചു. സ്വോത്രം. ഞാൻ പറഞ്ഞു ഞാൻ ഗവൺമെൻറ് അല്ല, ബട്ട് വി ആർ സ്റ്റേയിങ് അറ്റ് കേരള, എനിക്ക് എല്ലാ നിയമങ്ങളും അറിയാം. ഞാൻ അവനോട് നല്ല പരുഷമായ ഭാഷയിൽ ചൂടായി. ഞാൻ പറഞ്ഞു, മേലാൽ ഇങ്ങനെയുള്ള കോള് വിളിച്ച് നിങ്ങൾ തട്ടിക്കരുത്, ഇങ്ങനെ തട്ടിച്ചാൽ നിങ്ങൾ ഫലം അനുഭവിക്കും. ഞാനൊരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്രൈം ചെയ്താൽ ക്രൈം ബ്രാഞ്ച്, ED, എൻഫോഴ്സ്മെൻറ്റ്, CBI ഇവരാരും വീട്ടിൽ നിന്നല്ല തൂക്കുന്നത്. ആദ്യം നമ്മൾക്ക് ലെറ്റർ തന്നിട്ടാണ്, നമ്മളെ വിളിപ്പിച്ച് കാര്യം ചോദിച്ചിട്ടാണ്, നമ്മുടെ അഭിപ്രായം കഴിച്ചിട്ടാണ് നമുക്കൊരു അറസ്റ്റ് പോലും രേഖപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസമുള്ളവർ പഴയ CRPC, IPC മാറി ഇപ്പോഴത്തെ നിയമം, കേന്ദ്രത്തിൻ്റെ നിയമ പോലീസ് നിയമം വന്ന BNS, ഭാരതീയ ന്യായ സംഹിത, അത് വെച്ചിട്ട് ഒരാളെ പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാര്യങ്ങൾ നോക്കി ചെയ്യാം. ഈ വ്യക്തിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇവർ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഈ നമ്പർ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ നല്ല കാര്യം ഇഞ്ഞ് തന്നേട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കൺവെൻഷന് യാത്രയായി 2:30 ആയപ്പോൾ ഇദ്ദേഹം വിളിച്ചു, കേരള പോലീസിൻ്റെ നമ്പർ കണ്ടു, കാര്യം ചോദിച്ചു. പിന്നെ അതിനുശേഷം ആ നമ്പർ ഇന്ന് വരെ ഓണായിട്ടില്ല. മനസ്സിലാകുന്നവർക്കായി ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരറിയിപ്പ് തരുന്നതാണ്. അജി ബ്രദർ അത് വ്യക്തമായിട്ട് ഇന്നലെ കേട്ടവർക്ക് എൻ്റെ ക്ലാരിഫിക്കേഷൻ അറിയത്തില്ല. വീട്ടമ്മമാർ, ഗൾഫ് രാജ്യത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നവർ, അതുപോലെ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ, പെൻഷനേഴ്സ്, ഇവരെല്ലാം ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇത് ബാങ്കുകാരിൽ ഇത് കൊടുക്കുന്നത് ബാങ്കിലെ സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിന് പലരും അയച്ചു കൊടുക്കും. ഇവരുടെ പേര് പണമുണ്ട്. അത് ഈ ബാങ്കിൻ്റെ ചില ഉദ്യോഗസ്ഥർ കാണും. ഞാൻ പല ബാങ്കുകാരോട് ചോദിച്ചു, ഞങ്ങളുടെ ആൾക്കാർ ചിലപ്പോൾ ഇതിൽ ഇൻവോൾവ് ആര്, അങ്ങനെയാണ് ഇവർക്ക് ഈ നമ്പർ കിട്ടിയിട്ട് നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കൺവെൻഷൻ പ്രസംഗമെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ കേടുന്നവരും നിങ്ങളെ CBI കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ പണം ലാൻഡറിങ് കേസെന്നും പറഞ്ഞ് ഏതെങ്കിലും കോളുകൾ വന്നാലോ, നിങ്ങൾ വീഡിയോ കോളിൽ ഇരിക്കണമെന്ന് പറഞ്ഞാലോ, ജഡ്ജിയായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കോൾ കട്ട് ചെയ്തേക്കണം. അവർ ചോദിക്കുന്ന 1 രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഇൻകം ടാക്സ് ആണെങ്കിൽ പോലും നമുക്ക് നോട്ടീസ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മളെ കൊണ്ട് ഫൈൻ അടയ്ക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലോ വിദേശ രാജ്യത്തിലോ ഈ പ്രസംഗം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ഇനിയും ൂരിൽ കാനറ ബാങ്കിൻ്റെ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു പെൺകുട്ടി ഒരപ്പനും അമ്മയും ഓടി വന്നവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രീസ് ചെയ്ത് പോലീസിനെ അറിയിച്ചു. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കും. അതുകൊണ്ട് ഇത് കൂടുതൽ ഇവിടെ തമിഴ്നാട്ടുകാരിപ്പുണ്ട്. ഞാൻ തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുന്നു, ഒറീസയിലും ഛത്തീസ്ഗഡ്, റായ്പൂരൊക്കെ പോകുന്നു. അവിടെയൊന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞു പോലും കേട്ടിട്ടില്ല. നമ്മുടെ കേരളത്തിലാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ളിടത്ത് ഈ തട്ടിപ്പ് നടക്കുന്നത്. അതുകൊണ്ട് മലയാളി സഹോദരങ്ങൾ, വീട്ടമ്മമാർ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, റിട്ടയേർഡ് പീപ്പിൾസ് എല്ലാം ജാഗ്രത. നിങ്ങൾക്ക് CBIയിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ മണി ലാൻഡറിങ് ബ്യൂറോയിൽ നിന്നോ ഒരു കാരണവശാലും അവർ ഫോൺ വിളിക്കത്തില്ല. അവരെപ്പോഴും ലെറ്ററേ അയക്കത്തുള്ളൂ, നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി. അതുകൊണ്ട് ഈ കെണിയിൽ ഇനി ആരും വീഴരുത്. അങ്ങനെയുള്ളവരാരെങ്കിലും നിങ്ങളെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ എടുത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ക്രൈം സെല്ലോ കൊടുക്കുക. നമ്മുടെ പണം ഒരിക്കലും ദൈവഹിത പ്രകാരം നഷ്ടപ്പെടരുത്. നിങ്ങൾ അധ്വാനിച്ച കാശ് ബോംബെയിൽ ഇരിക്കുന്നവൻ തരുന്ന നമ്പർ തായ്ലൻഡിലോ ബാങ്കോക്കിലോ ഒക്കെ ട്രാൻസ്ഫർ ആയി പോകുന്ന പിന്നെ പോലീസ് വിചാരിച്ചാലും കിട്ടത്തില്ല. അങ്ങനെ ഒരു തട്ടിപ്പ് അന്ത്യകാലം വരും. അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള കോളുകൾ അവോയ്ഡ് ചെയ്യുക. ഒരുത്തൻ്റെ കയ്യിൽ അധികാരം വരാൻ പോകുന്നു. ഇന്നലെ ഞാൻ അതുകൊണ്ടാണ് ഒരു കാര്യം പറഞ്ഞ്, BSNലും എല്ലാ മൊബൈലുകളും പറയുന്നു, അറിയാത്ത കോളിൽ നിന്ന് ഫോൺ എടുക്കരുത്. 2, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കരുത്. നിങ്ങളുടെ KYC ആർക്കും കൊടുക്കരുത്. ലോട്ടറി അടിച്ചു, കുറച്ച് പൈസ ഇങ്ങോട്ട് താ, ബാക്കി പിന്നെ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ വിളിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വലിയ ഗിഫ്റ്റ് ഉണ്ടെന്ന്. ഇതൊന്നും വീഴരുത്. ഇതൊക്കെ അന്ത്യകാല തട്ടിപ്പുകൾ. അതുകൊണ്ട് ഒരുവൻ ഭരണത്തിന് വരുന്നതിന് മുമ്പ് സകലതും അവൻ്റെ കരങ്ങളിലാക്ക്. ഒരു രാത്രി കൂടി ദൈവമക്കളോട്, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക്, ഒരു ഘടികാരത്തിൽ
അന്ത്യകാലത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ മഞ്ചകോട് അവസാന രാത്രി സ്വർഗ്ഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയൂ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറാ. ഇന്ന് രാത്രി മഞ്ചകോട് വലിയ വഴിയെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നു, എല്ലാവർക്കും ബൈബിൾ തുറക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 4, 5, 6. വെളിപ്പാട് പുസ്തകം 24, 5, 6 വാക്യങ്ങൾ വായിച്ച് സഹായിക്കാം മക്കളെ. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അവർക്ക് ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി അത് പറയും. ആരുടെ തല ഛേദിക്കപ്പെടും? തല ഛേദിക്കപ്പെട്ടവരുടെ മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ. ഇന്നലെ രാത്രി ഞാൻ രാത്രി ഇത് ചിന്തിച്ചു. മൃഗം, പ്രതിമ. അടുത്തത് നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. എതിർ ക്രിസ്തുവിന്റെ പ്രതിമ, എതിർ ക്രിസ്തുവിന്റെ സംഖ്യ, എതിർ ക്രിസ്തുവിന്റെ മുദ്ര, ഇതൊക്കെ ഏൽക്കാത്തവരുടെ ആത്മാക്കളെ യോഹന്നാൻ കണ്ടു. അടുത്തത് അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. 1000 ആണ്ട് വാഴ്ചയിൽ അവർ ക്രിസ്തുവിനോട് കൂടെ വാണു. അടുത്തത് മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല, പാതാളത്തിൽ നരകയാതന അനുഭവിക്കും. അതാ ലാസറിനെ നോക്കിയിട്ട് ധനവാൻ പറഞ്ഞു, ഒരു തുള്ളി വെള്ളം കരങ്ങളിൽ കൊടുക്കുവാൻ. വീണ്ടും ഉണ്ട് രണ്ടാം മരണം. അടുത്തത് വായിക്കാം. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഇന്ന് രാത്രി രണ്ടാം മരണം പറയുമ്പോൾ അവസാനിക്കും. രണ്ടാം മരണത്തിന് അധികാരമില്ല. അടുത്തത് അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് ഇവിടെ ഒരു വാഴ്ച ഉണ്ട്. അതിലേക്ക് നാം കടക്കാം. ന്യായാസനങ്ങളെ തുറന്ന് ഓരോർക്കും അവനവർക്ക് പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലം ലഭിച്ചു. മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും അതിന്റെ മുദ്രയേൽക്കാത്തവർ വചനപ്രകാരം ജീവിച്ച് തലയിറക്കപ്പെട്ടവരുടെ ആത്മാക്കൾ അവർ എഴുന്നേറ്റ് 1000 ആണ്ട് വാണു. ബാക്കിയുള്ളവർ 1007 വർഷം കഴിഞ്ഞ് ന്യായവിധിയുടെ കരാളഹസ്തത്തിൽ. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവൻ ക്രിസ്തുവിനോട് മഹാപുരോഹിതന്മാരോട് ചേർന്ന് 1000 ആണ്ട് വാണ്. കണ്ണുകൾ അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ കർത്താവിന് നമുക്കൊന്നുകൂടെ മഹത്വം കൊടുക്കാം. മഹത്വവാനായ ദൈവം ഇന്ന് രാത്രി ദൂതസഞ്ചയവുമായി നമ്മുടെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നടമാടുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറഞ്ഞു, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടുപോകുക. ദൈവ കുഞ്ഞുങ്ങളത് പ്രാപിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൽ സഗിയോൻ മാളിക മുറിയിൽ ഉയരത്തിൽ നിന്നുള്ള ദൈവശക്തി അവരുടെ മേൽ വരുന്നു. പരിശുദ്ധാത്മശക്തി 3 9-ാം മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദാസന്മാർ കടന്നു പോകുന്നു. അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവനെ അവിടെ ഇരുത്തിയിരിക്കുക. നാളുകളായി അവനെ ഇരുത്തും. പക്ഷേ യേശു ഉള്ള സമയത്ത് ഇരുത്തിയില്ല. അവർക്കറിയാം ഇത് യഹൂദന്റെ ദേവാലയത്തിന്റെ മറ്റൊരു പേരാ സുന്ദരം. യേശു വന്നാൽ അവനെ സൗഖ്യമാക്കും. യഹൂദ പരീക്ഷകൾ വിചാരിച്ചു യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് പോയി, ഇനി അത്ഭുതം നടക്കത്തില്ല. 9-ാം മണി നേരം ആലയത്തിന്റെ മുൻപിലിരുന്ന് ചെറുപ്പക്കാർ വന്ന ദൈവദാസന്മാരോട് പറഞ്ഞു, പൊന്നും വെള്ളിയും ഉണ്ടോന്ന്. സ്വത്രം, എനിക്ക് വല്ലതും തരണേ, എനിക്ക് വല്ലതും തരണേ. ദൈവദാസന്മാർ മുട്ടുമടക്കി കുഞ്ഞിന്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയില്ല, ഒന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വലിയ നാമം. ആ കരം ആ ചെറുപ്പക്കാരന്റെ കരങ്ങളിലേക്ക് പിടിച്ചപ്പോൾ അവന്റെ ശരീരത്തിനകത്തുള്ള നരയാണികൾ ഉറയ്ക്കുവാൻ തുടങ്ങി. അവന്റെ ബ്ലഡിന്റെ പമ്പിങ് ഓടുവാൻ തുടങ്ങി. പടപട അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവൻ തുള്ളിച്ചാടി ആലയത്തിലേക്ക് കടന്നു. നാളെ ഇവിടെ കൺവെൻഷനിൽ ഇന്ന് രാത്രി അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് രാത്രി ചിലരെ തൊടുമ്പോൾ ചില മുടന്തായ കാലുകൾ, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ചില കുരുടായ കണ്ണുകൾ ഇന്ന് രാത്രി ചലിപ്പിക്കാത്ത അവയവങ്ങളെ ചവലിപ്പിക്കുക. നിന്റെ കിഡ്നിയുടെ കൗണ്ടുകളെ മാറ്റുക. ഇന്ന് രാത്രി പാപത്തിന്റെ കുറ്റങ്ങളെ വലിച്ചു മാറ്റി ചിലരെ നിത്യതയിലേക്ക് അടുപ്പിക്കുക. ഇന്ന് രാത്രി ദൈവാലയത്തിൽ ചിലർ കടന്നതുപോലെ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രാത്രി ചിലത് നിത്യതയുടെ കവാടത്തിൽ പേര് ചേർക്കപ്പെടുന്ന രാത്രിയ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ 2 രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവ, ഇന്ന്
രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി നന്ദി അപ്പച്ച. അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ഈ രാത്രിയും വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. പണ്ടിക കൂട്ടത്തിൻ കടച്ചി നാളിൽ യേശുനാഥൻ ചൊല്ലി, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. ഉത്സവത്തിന്റെ മഹാദിനമായ യേശു അവസാന നാളിൽ ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് ജീവജല നദി ഒഴുകട്ടെ, പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകട്ടെ, അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ, അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ, പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ എന്ന് രാത്രി ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ 2025 ഞങ്ങളുടെ കൺവെൻഷനകത്ത് ഇവിടെ വചനവും ആരാധനയും വെളിപ്പെടുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ ചില മദ്യപാനികൾ മാനസാന്തരപ്പെടുക, ചില പിന്മാറ്റക്കാർ യേശുവിനെ കാണുക, കുടുംബജീവിതം തകർന്നത് ഇന്ന് രാത്രി കരങ്ങളെ ഉയർത്തുക. സ്വർഗത്തിന്റെ വല്ലഭത്വം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുക. ജീവന്റെ വചനം കേട്ട് നിത്യതയ്ക്ക് വേണ്ടി യാത്രയാകുന്ന ഒരു കൂട്ടത്തിന്റെ പേര് ഇന്ന് സ്വർഗീയ മഹിമകളിൽ ചേർക്കുന്ന രാത്രിയായി മാറട്ടെ. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം കാക്കണമേ. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത്. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ കൺവെൻഷനിൽ ഉയരണം. മഞ്ചക്കോട് ദൈവസഭ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിരുകൾ വിശാലമാകട്ടെ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അനേകം പേർ ഇവിടെ വന്ന് മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങൾക്ക് മുഖാന്തരമായ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് കാത്താട്ടെ. അവർക്ക് നന്മയും കരുണയും കർത്താവ് കൊടുത്താട്ടെ. ഒരിക്കൽ കൂടി ഞങ്ങൾ താഴ്ത്തുന്നു. അങ്ങ് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തി വിടുന്നതിനായി നന്ദി. മഹത്വവും പുകഴ്ചയും എല്ലാം അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വളരെ സാവധാനത്തിൽ പുതിയ നിയമത്തിലെ അവസാനത്തെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വെളിപ്പാട് പുസ്തകം. ഇവിടം തൊട്ട് ചിന്ത ധന്യനായ പൗലോസ്ലീഹ 14 ലേഖനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. പക്ഷേ അവൻ സുവിശേഷം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. ലൂക്കോസ് വൈദ്യൻ എഴുതി. അപ്പോസ്തല പ്രവർത്തികൾ ലൂക്കോസ് വൈദ്യൻ എഴുതി. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷവും എഴുതി. ഇവരാരും പ്രവചനവും എഴുതിയില്ല. അതുപോലെ തന്നെ 3 ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലും എഴുതിയിട്ടില്ല. യോഹന്നാൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പച്ചമ്മച്ചി യോഹന്നാൻ സുവിശേഷം എഴുതിയതാ. യോഹന്നാൻ്റെ സുവിശേഷം ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ അവൻ വരച്ചു കാട്ടുന്നു. 2 അവൻ ലേഖനം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ മുജന്റെ ബിരുദമാണോ, കുമ്പനാട് ഗബ്രോന്റെ ആണോ, അല്ലെങ്കിൽ ബാംഗ്ലൂർ ബറിയന്റെ ആണോ, അല്ലെങ്കിൽ ഹരിയാന ഡെറാഡൂൺ ബൈബിളിന്റെ കോളേജിന്റെ ബിരുദമാണോ, അതൊന്നും പറയത്തില്ല. യോഹന്നാൻ അപ്പോസ്തലൻ കരം ഉയർത്തി പറയാം, കാൽവറിയുടെ കൊലക്കളത്തിൽ ആന്ത്യം വരെ അവന്റെ മാറോട് ഞാൻ ചേർന്നിരുന്നത് കൊണ്ട് ഇന്ന് രാത്രി സുവിശേഷം എഴുതുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. പ്രവചനം എഴുതുവാൻ സ്വർഗം എനിക്ക് കൃപ ചെയ്തു. ലേഖനം എഴുതുവാൻ കൃപ ചെയ്തു. അപ്പച്ച അമ്മച്ചേ സ്വോത്രം. ആശ്രയം യേശുവിൽ ആയതിനാൽ ഞാൻ ഭാഗ്യവാൻ. കാൽവറി ദർശനം കണ്ടവനെ കൈവിടാത്ത ദൈവം. 1 അവന്റെ ശരീരത്തിനകത്ത് കത്തികൊണ്ട് പോറി, അവിടുന്ന് രക്ഷപ്പെട്ടു. 2 എണ്ണയ്ക്കകത്ത് വീണ്, അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഡൊമീഷ്യൻ 3ാമത് കൽപ്പിക്കുന്ന കൽപ്പന അവനെ നാട് കടത്തുവാൻ. അവൻ പോയത് തുർക്കിയിലെ ഏഷ്യ മൈനർ. അതിനോടനുബന്ധിച്ച് അവിടെ ചെന്നപ്പോൾ അവനെ അവസാനമായി കടത്തിയത് പത്മോസിലേക്ക്. ഗ്രീസിന്റെ ഏതൻസും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലത്ത് വയോധികനെ നാട് കടത്തി. കേട്ടാട്ടെ, അവിടെ 5 കാഴ്ചകൾ. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുക്, മനുഷ്യന്റെ അസ്ഥികഷം വാർന്നു തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം, അതിന് പാറക്കൂട്ടം. വയോധികൻ വിചാരിച്ചു, ഞാൻ ഇവിടെ അസ്തമിക്കാൻ പോവുക. ഇന്ന് രാത്രി എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല. കീബോർഡ് കാണത്തില്ല, മൈക്കുകാർ കാണത്തില്ല, സഭയിലെ പാസ്റ്റർ കാണത്തില്ല, സെൻട്രൽ സെക്രട്ടറി കാണത്തില്ല. അപ്പച്ച അമ്മച്ചി എന്ന് രാത്രി ആ പഴയ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമ്പോൾ സ്വർഗത്തിന്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അതുകൊണ്ട് കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു പത്മോസിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു കത്തിക്ക് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു വെന്റിലേറ്ററിന് കഴിയത്തില്ല. വയോധികനായ യോഹന്നാന്റെ പിൻപിൽ എന്തുകൊണ്ട് അവൻ പത്മോസിൽ മരിച്ചില്ല? യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ മരണം കാണാതെ മടക്കി ദ്വീപിലേക്ക് ഇറങ്ങിപ്പോയി ഒരുവൻ മാത്രമേ ഉള്ളൂ, യോഹന്നാൻ. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? അവന്റെ പിൻപിൽ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം എഴുതുവാൻ ഇന്ന് രാത്രി ബ്രദർ സിസ്റ്റർ, നിന്നെ പറ്റി ദൈവത്തിന്, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിന്, നിന്റെ കുഞ്ഞുങ്ങളെ
നിങ്ങളെപ്പറ്റി ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ ആര് കൂടെ ഇല്ലെങ്കിലും കരമുയർത്തുന്നവർക്കായി തമ്പേറില്ലെങ്കിലും താളമില്ലെങ്കിലും ബന്ധക്കാരില്ലെങ്കിലും രക്തബന്ധങ്ങളില്ലെങ്കിലും ഇന്ന് രാത്രി നിന്റെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങി വരുമ്പോൾ സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആരിന്ന് രാത്രി കരമുയർത്ത് അവങ്കലേക്ക് നോക്കിയവർ ചെമ്പൂരിൽ പ്രകാശിതരായി. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി? എളിയവർ നിലവിളിച്ചപ്പോൾ ദൈവം കേൾക്ക്. അവരുടെ മുഖം വലിയ വഴിയിൽ ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗം തുറക്കുന്ന കാഴ്ച വിശുദ്ധ വെളിപ്പാട്. 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവർ കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ ഒരു ഭയം യോഹന്നാൻ ഉണ്ടായിരുന്നു. ആദ്യനന്ത്യൻ ആൽഫാവോമേഘ മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എന്റെ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറന്നേക്ക് പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. അങ്ങനെയെങ്കിൽ ബൈബിളിലേക്ക് ഇന്നലെ ഞാൻ പറഞ്ഞു കൃപായുഗം അവസാനിക്കാറായി. കർത്താവിന്റെ വരവ് അടുത്തുപോയി അതിവേഗത്തിൽ. ഇന്ന് രാത്രി ബൈബിളിനകത്ത് 10 യുഗങ്ങളുണ്ട്. ശ്രദ്ധയോടെ ഇരിക്കണം. ഒന്നാമത്തെ യുഗത്തിന്റെ പേര് ദൂതന്മാരുടെ യുഗം. ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അതിന്റെ പിൻപിൽ ഒരു അനാദി ഉണ്ടായിരുന്നു. മക്കൾ കേൾക്കണം. അനാദി നിത്യതയിൽ ദൈവം ആരെ സൃഷ്ടിച്ചു? ദൂതന്മാരെ സൃഷ്ടിച്ചു. 3 ദൂതന്മാർ. അതിലൊന്നായിരുന്നു പ്രധാന കമാൻഡർ മീക്കായേൽ. അതിനുശേഷം കൊറിയർ സർവീസ് കൊടുക്കുന്ന ഗബ്രിയേൽ മാലാഖ. 3ാമത്തെ ദൂതനായിരുന്നു ആരാധനാ സംഘത്തിന്റെ ലീഡർ. അവന്റെ പേരായിരുന്നു ലൂസിഫർ. ലൂസി പ്രകാശം, രശ്മി. ആ ലൂസിഫർ ഇടയ്ക്ക് കർത്താവിനോട് പറഞ്ഞു, ഞാൻ മേലോട്ട് വരും, നിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കും. മനസ്സിലാകുന്നവർക്കായി. അപ്പൊ സ്വർഗം വാളെടുത്തു. അരുണോദയ പുത്രനായ ശുക്രാ, നീ വെട്ടേറ്റ് വീണത്. അങ്ങനെ സന്തോഷമില്ലല്ലോ. ദൂതനെ അടിച്ചെങ്കിൽ നമ്മളെ അടിക്കില്ല. മനസ്സിലാകുന്നവർക്ക് ശ്രോത്ര. അതുകൊണ്ട് ദൂതൻ ആ പഴയ സാത്താനായി മാറി. അതുകൊണ്ട് ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം അന്ധതമസത്തിൽ അവനെ ന്യായവിധിക്കായി ഇട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി അതിൻ്റെ ഒരു ഭാഗത്തിൽ ഞാൻ ഇങ്ങനെ പറയൂ, ന്യായവിധിയുടെ കരാളസ്ഥൻ ദൂതന്മാർക്ക്. അതുകൊണ്ട് ചർച്ചിൽ ഞായറാഴ്ച ഒരു പാട്ട് പാട്, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്കുന്നു. സ്വോത്രം. ദൂതൻ പോയി. 2ാമത്തെ യുഗമാണ് നിൽക്കൽമഷ യുഗം. ആദം ഹവ്വ ദമ്പതികളെ ഏദന്റെ പൂങ്കാവനത്തിനകത്ത് സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുന്നു. ആ യുഗത്തിന്റെ പേര് നിൽക്കൽമഷ യുഗം. 3 മനസ്സാക്ഷി യുഗം. സ്വന്തം സഹോദരങ്ങൾ ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസവും 9 ദിവസവും നൊന്ത് വളർന്ന കുഞ്ഞുങ്ങൾ. കായിൻ ഹാബേൽ നിലത്തിലെ ആരാധനയ്ക്ക് വന്നു. കായിന്റെ ഫലങ്ങൾ ബേൽത്തര കൃഷിഫലങ്ങൾ. കായിൻ ഒറ്റ ആടിനെ കൊണ്ടുവന്നു. തുള്ളിച്ചാടിനോ കത്തിയെടുത്ത് കായിൻ ഹാബേലിനെ കൊന്നു. അതാ പേരാ ഏറ്റവും നിർണായകമായൊരു യുഗമാ. ഏറ്റവും നിർണായകമായ യുഗമാ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസ്സാക്ഷി യുഗം, 4 ഇതെല്ലാം കണ്ട് ദൈവം മറുതലിച്ചു. മോശയെ വിളിച്ചു, സീനായിലോട്ട് വരാൻ പറഞ്ഞു, ബുക്കും പേപ്പറും എടുക്കാൻ പറഞ്ഞു. ആ യുഗത്തിന്റെ പേര് ന്യായപ്രമാണം. 750 പ്രമാണം, 10 കൽപ്പന. ഇസ്രായേൽ എന്ത് കുടിക്കണം, എന്തിനെ ആരാധിക്കണം. അപ്പം സ്വർഗത്തിന് അറിയാം മോശയുടെ കാലം തീരും. ന്യായപ്രമാണ യുഗത്തിന്റെ അവസാന കണ്ണിയായി ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. ബൈബിൾ 66 പുസ്തകങ്ങൾ, 39 നിഴൽ, 40 മുതൽ പൊരുൾ. അതിൽ ബൈബിളിൽ മിനി ബൈബിൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ യെശയ്യാ പ്രവചനം 40 ഇങ്ങനെ ഒരുത്തന്റെ ശബ്ദം കേൾക്കുന്നു. കേട്ടോ, ഒരുത്തൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു, സർപ്പസന്തതികളെ വരുവാനിരിക്കുന്ന ദുർഘട ദിവസത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ യഹോവയ്ക്ക് വഴിയൊരുക്കുവേ. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരും സഭയിലൊന്നും സർപ്പസന്തതികളെ എന്നൊന്നും വിളിക്കരുത്. സഭ പൂട്ടിപ്പോയാൽ മതി. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് ഞങ്ങൾ മക്കളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ട് രക്ഷയില്ല. യോഹന്നാൻ വിളിച്ച സർപ്പസന്തതികളെ. സ്വോത്രം. യോഹന്നാന്റെ തല താലത്തിൽ ഇറക്കുമെന്ന് സ്വർഗത്തിൽ അറിയാം. 5ാം യുഗം സങ്കലന യുഗം. സങ്കലന യുഗത്തിനകത്ത് യോഹന്നാൻ നീതിയുടെ പ്രസംഗം നടത്തുമ്പോൾ ഹേരോദ്യയുടെ കൈകൊണ്ട് തലകൾ അറക്കപ്പെടുമെന്നറിയാം. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കാന്തൻ ഉയരം വിട്ട് താഴേക്ക് ഇറങ്ങി വന്നു, യേശു ക്രിസ്തു. അതാ സങ്കലന യുഗം. അവൻ ബേത്ലഹേമിൽ ജനിച്ചു, മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു. അവൻ എവിടെയാണെന്നറിയാമോ? യോർദാനിലെ കലക്കവെള്ളത്തിൽ ഒരു കാര്യം സ്നാനമേറ്റു. 3.5 വർഷം നിത്യജീവന്റെ മൊഴിമുത്തുകൾ. 33.5 വയസ്സിൽ അവൻ കാൽവറിയിൽ പരമയാഗമായി. സങ്കലന യുഗത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ പാർത്തു. 40ാം ദിവസം അവൻ പോകാൻ ഒലിവുമലയിൽ. പെന്തിക്കോസ്തുകാരെല്ലാം കേട്ടാട്ട് യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം ഒലിവുമല പ്രഭാഷണം. യേശുക്രിസ്തു പോയത് ഒലിവുമലയിൽ നിന്ന്, ഇനി അവൻ മടങ്ങി വരുന്നത് ഒലിവുമലയിലാണ്. മനസ്സിലാകുന്നവർക്കാർ. ചില പെന്തിക്കോസ്തുവിലെ കൺവെൻഷന് പ്രസംഗിക്കുന്ന ഉപദേശിമാര്, ഞാനൊരു സഭയെ കുറ്റം പറയുന്നതല്ലല്ലോ, പിന്നെ ഒലിവുമലയിലെങ്ങാനും ഇനിയും വല്ല
വിഷയം ഉണ്ടായ ചിലപ്പോൾ യേശു കുമ്പനാട്ട് ഇറങ്ങുമെന്ന് വിചാരിച്ച് കുമ്പനാടിൻ്റെ അടുത്ത് കൺവെൻഷന് പ്രസംഗിക്കുന്ന പല ഉപദേശിമാരും 1 കോടി രൂപയ്ക്ക് വീടും വസ്തുവും മേടിച്ചിരിക്കുക. മനസ്സിലാക്കുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ഇനി യേശു വരുന്ന വഴിക്ക് ഒലുവുമലയിൽ വല്ല കാറ്റ് മഴ അടിച്ചു കഴിഞ്ഞാൽ വിമാനം കുമ്പനാട്ട് ലാൻഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് കുമ്പനാട് വരെ വസ്തു മേടിച്ച അച്ചായന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ പള്ളിക്ക് ഈ മണി മതി. മനസ്സിലാക്കുന്നവർക്കായി അവൻ്റെ അവസാന പ്രഭാഷണം ദ സെർമൺ ഓഫ് ദ മൗണ്ട്, ദാറ്റ് ഈസ് ഒലിവുമല, ദ സെക്കൻഡ് വൺ. അവസാനമായി അവൻ പോയത് ഒലിവുമലയിൽ നിന്ന്. പറഞ്ഞു തരാം. ഒരു മേഘം താഴേക്ക് വന്നു, ശിഷ്യന്മാരെ കരം വെച്ച് അനുഗ്രഹിച്ചു. ഉസ്നെ ചലാകിയ പരമേശ്വർ ക മഹിമാമേ. സെൻട്രൽ പാസ്റ്റർ പോകുന്ന സമയത്ത് അച്ചായന്മാരെല്ലാം ഇങ്ങനെ നിൽക്കുക. അന്നേരം സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാർ ഇറങ്ങി വന്നു. ഗലീല പുരുഷന്മാർ, യേശുവിൻ്റെ അപ്പോസ്തലന്മാരെല്ലാം മീൻപിടുത്തക്കാരാ. അവരതുകൊണ്ട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിന്നതെന്ത്? യേശു പറഞ്ഞു, എന്തുവാ? യഹൂദിയ ശമരിയ ചെമ്പൂര് വെള്ളറുടെ കളിക്കാവിള നെയ്യാറ്റിക്കര പൊക്കോളെ. മനസ്സിലാകുന്നവർക്കായി ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. മനസ്സിലാകുന്നവർക്കായി ആ യുഗമാ സങ്കലന യുഗം, 6 കൃപായുഗം. പെന്തക്കോസ് പെരുന്നാൾ കണ്ടോ? യോവേലിൻ്റെ പ്രവചനം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങൾ, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ, മേലാകാശത്തിലും കീഴ് ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നാഥൻ്റെ നാമം വിളിച്ചു വൻ രക്ഷിക്കപ്പെടും. പത്രോസച്ചാൻ്റെ പ്രസംഗം കേട്ട് 3000 പേർ കലക്കവെള്ളത്തിൽ ചാടി. സെഗിയോൻ മാളികപ്പുറയിൽ 120 പേർ, 107 വിശ്വാസ സമൂഹം, യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചി, യൂദയ്ക്ക് പകരം കിട്ടിയ മാത്തിയാസ്, 3120 പേരാൽ ആരംഭിക്കപ്പെട്ട സഭയ ദൈവസഭ. മനസ്സിലാകുന്നവർക്ക് ഈ സഭ ആരംഭിച്ചത് ചെന്നൈയിലല്ല, കൊട്ടാരക്കരയല്ല, പുനലൂരല്ല. സഭ ആരംഭിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ. കരമുയർത്തുന്നവർക്ക് അന്ന് പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല, സ്വോത്രകാഴ്ച പാത്രം അടിച്ചു മാറ്റുന്ന ട്രഷററില്ല, ഉപദേശിയുടെ പേര് വെട്ടുന്ന കമ്മിറ്റിക്കാരില്ല. സഭ ആരംഭിച്ചത് പരിശുദ്ധാത്മാവിലെങ്കിൽ പരിശുദ്ധാത്മാവ് നിലനിൽക്കുമ്പോൾ ഈ സഭ എടുക്കപ്പെടുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു, ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോ. വചനം മനസ്സിലാകുന്നവർക്ക് പ്രിയൻ വാനമേഘത്തിൽ വരുമ്പോൾ തൻ്റെ കാന്തനെ എതിരിപ്പാൻ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം രൂപാന്തരപ്പെടും. അതാ കൃപായുഗത്തിൽ. അപ്പൊ ആരെ ചേർക്കാൻ? ദൈവസഭ. ആരാ ദൈവസഭ? ഇതൊന്നുമല്ല ദൈവസഭ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിൻ്റെ പേരാ ദൈവസഭ. ദൈവസഭ എടുക്കപ്പെട്ടാൽ 3-ാം ലോക മഹായുദ്ധം. 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ഇവിടെ ഭരിക്കാൻ വരിക. ആ യുഗങ്ങൾ, ആ 2 ഭാഗം: 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. അതുകൊണ്ട് ആ വെളിപ്പാട് 19 കഴിഞ്ഞ് ഹർമഗദോൻ യുദ്ധമൊക്കെ വരുന്നു. 20-ാം അധ്യായം കഴിയുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും, അതിനോടനുബന്ധിച്ച ന്യായവിധിയുടെ കാലഘട്ടങ്ങൾ. 1000 ആണ്ട് വാഴ്ചയിൽ 1 മൃഗം, 2 പ്രതിമ, 3 സംഖ്യ, 4 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ, 5 അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു, അവർ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ വാണു. 4 ഭാഗങ്ങൾ ഇന്നലെ രാത്രി. ഇത് പറഞ്ഞപ്പോൾ വളരെ ദൈവികമായിട്ട് ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നു. എക്കാലത്തും കർത്താവിൻ്റെ സാന്നിധ്യം, നമ്മുടെ യേശുപ്പച്ചൻ്റെ സാന്നിധ്യം എവിടാ? കുരിശുമലയിലോ കാളിമലയിലോ മലയാറ്റൂരോ കാണുമെന്നോ? യേശുപ്പച്ചൻ്റെ സാന്നിധ്യം പച്ചയ്ക്ക് പറയാം. അനാദി നിത്യതയിൽ അവൻ പിതാവിൻ്റെ മടിയിലുണ്ടായിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവൻ ജനിച്ചത് എവിടെ? അമ്മാമ ലോകത്തിൻ്റെ മധ്യഭാഗിയായ ബേഥലഹേമിൽ. അവൻ വളർന്നത് എവിടെ? മാതാപിതാക്കളുടെ നടുവിൽ. അവൻ പള്ളിയിൽ പോയതങ്ങനെ പുരുഷാരത്തിൻ്റെ നടുവിൽ. അവൻ വചനം പറഞ്ഞത് എവിടെ? എല്ലാ ജനങ്ങളുടെയും നടുവിൽ. തീർന്നില്ല. അവൻ കാൽവറിയിൽ പരമയാഗമായത് എവിടെ? 2 കള്ളന്മാരുടെ നടുവിൽ. അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ് എവിടെ വന്ന്? പെന്തിക്കോസുകാരുടെ നടുവിലല്ല, കാത്തിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം. മനസ്സിലാകുന്നവർക്കായി പത്മോസിൽ എങ്ങനെ യോഹന്നാൻ കാണുന്നത്? 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നാഥനെ കണ്ടെങ്കിൽ, വെളിപ്പാട് 14 വരുമ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാത്രമല്ല, വീതിയുടെ നടുവിൽ ഞാൻ കുഞ്ഞാടിനെ കണ്ടു. കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 10,000 പേർ കൂടുന്നതിൻ്റെ നടുവിലല്ല എൻ്റെ നാഥനുള്ളത്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഐക്യപത്യപ്പെട്ട് എവിടെ മുട്ടുമടക്കിയാലും അവരുടെ നടുവിൽ എഴുന്നള്ളി വരാമെന്ന് പറഞ്ഞ സർവശക്തനായ കർത്താവിനെ ഇന്ന് രാത്രി നീ ഉയർത്തുന്നത്. നിന്റെ പള്ളി 10,000 ഉണ്ടായാലും 4,000 ഉണ്ടായാലും എൻ്റെ കർത്താവ് സത്യത്തിൻ്റെ പക്ഷത്ത്. 2 പേർ ഐക്യമത്യപ്പെട്ട് കിച്ചണിൽ കരം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ, അമ്മാമേ, നിന്റെ പ്രാർത്ഥനയുടെ നടുവിലും ഞാൻ ആരാധിക്കുന്ന ദൈവമുണ്ട്. മെഡിക്കൽ കോളേജിനകത്ത് സർജറി നടക്കുമ്പോൾ മരത്തിൻ്റെ ചവിട്ടിനകത്തിരുന്ന് 2 പേർ ഐക്യമത്യപ്പെട്ട് കരം കൊടുത്താൽ അതിൻ്റെ നടുവിലും ഇറങ്ങി വരുന്ന ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവുണ്ട്. ഇന്ന് രാത്രി വഴിയാത്രയിൽ കാറിലായിരിക്കുമ്പോൾ പെട്ടെന്ന് എമർജൻസി ഒരു വിഷയം കിട്ടിയ കാർ നിർത്തി കരം കൊടുത്ത് 2 പേർ ഐക്യമത്യപ്പെട്ട് യാചിച്ചാൽ അതിൻ്റെ നടുവിൽ വരാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തെയാ ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്.
2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഇന്ന് രാത്രി അടുക്കളയാകട്ടെ, ആശുപത്രി കോമ്പൗണ്ടാകട്ടെ, മരത്തണലാകട്ടെ, വാഹനമാകട്ടെ, അതിൻ്റെ നടുവിലും ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. 1-ാം ദിവസം മൃഗത്തെ പറ്റി പറഞ്ഞു, ഇന്നലെ രാത്രി പ്രതിമയെ പറ്റി പറഞ്ഞു. പറയാം, ഇന്ന് സംഭവിക്കാൻ പോകുന്ന ലോക സംഭവം ഒരു മുദ്ര മനുഷ്യനെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നു. ഏറ്റവും നിർണായകമായി വായിച്ചു തുടങ്ങുന്നു. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18. ഒരിക്കൽ കൂടി വളരെ സാവധാനത്തിൽ ഇനി എല്ലാ സയൻസിലേക്ക് പോകും. വെളിപ്പാട് 13, 16, 17, 18 വായിക്കാം. അത് ചെറിയവരും വലിയവരും, അന്ന് എല്ലാവരും ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും, ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വഹിയാതെയും ആക്കുന്നു. ഇതാ കിടക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇതാ 2009 നോക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇൻഫോസിസിന്റെ ചെയർമാനെ നന്ദൻ നിലകേനെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ആധാർ എടുക്കാൻ പോയപ്പോൾ കണ്ണും കാലും അല്ല നോക്കിയത്, കണ്ണ് രണ്ടും ഇങ്ങനെ തുറക്കാൻ പറഞ്ഞു. കണ്ണടയ്ക്കാം, കണ്ണ് തുറക്കാം. ആ സമയത്ത് നിങ്ങളുടെ നെറ്റി അവർ സ്കാൻ ചെയ്തിട്ടുണ്ട്. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, കൈവിരൽ വെക്കാൻ പറഞ്ഞു. ഇതിൻ്റെ പേര് ആധാർ, മനസ്സിലാക്കുന്നവർക്കായി. അതിനുശേഷം ഇതെങ്ങനെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള രണ്ടാമത്തെ ടെക്നോളജിയാണ് വന്നത്. കോവിഡ് കാലത്ത് ഇൻഫ്രാറെഡ് മീറ്റർ, കൈമേലും തലമേലും കാലയിൽ അടിച്ചുള്ള ചൂട് നോക്കാൻ. ഇത് വരാൻ പോകുന്നത് മൈക്രോ ചിപ്പിന്റെ തുടക്കം. അതിനുവേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഒരു ആലയം കൊണ്ടുവന്ന് നീതി ആയോഗ്. അടുത്തത് 1 ആധാർ. അടുത്ത വായിക്കാൻ മോളെ. രണ്ടാമത്തെ ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ? ആ സംഖ്യ, അതിന്റെ സംഖ്യ 666. വൺ ടൈം പാസ്വേഡ് OTP 666 വരാൻ പോകുന്നു. എല്ലാവർക്കും ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ OTP വരാൻ പോകുന്നു. വണ്ടിയുടെ പുക വരെ OTP ആയി. ചെമ്പൂരിലെ ഇന്നത്തെ ആശുപത്രിയിലെ OP ടിക്കറ്റും OTP ആയി. സംഖ്യ അടിച്ചെങ്കിൽ മാത്രമേ ട്രാൻസാക്ഷൻ നടത്തുള്ളൂ. അതിന്റെ പേരാ സ്വർഗത്തിന് 3 ഘടകം. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. അതോടനുബന്ധിച്ച് പിശാചിന് 3 ഘടകമുണ്ട്. 1 മൃഗം, 2 എതിർ ക്രിസ്തു, 3 കള്ളപ്രവാചകൻ. സ്വത്രം. അവർക്ക് വേണ്ടിയ ഈ 3 സംഖ്യ 666. ഇന്ന് എവിടം വരെ എത്തി പോകാൻ വന്ന് വളരെ ചിന്തയിലേക്ക്. നമ്മൾ എവിടം വരെ പോകുന്നവരെ ഇസ്രായേൽ വരെ പോയിട്ടേ വരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ 2009 ആധാർ, മനസ്സിലാകുന്നവർക്കായി. 2013 ATM കാർഡിൽ മുഴുവൻ മൈക്രോ ചിപ്പായി, മനസ്സിലാകുന്നവർക്കായി. ഇന്നത്തെ സകല ATM കാർഡിലും നാനോ, സിലിക്കോൺ, മൈക്രോ. 2013 2015 ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ്. എന്തിനാ ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ്? ചിലമ്പറ ദേവീക്ഷേത്രമുണ്ട്. പഴയതുപോലെ ആനയെ കൊണ്ടുവന്നൊന്നും എഴുന്നള്ളിക്കാൻ പറ്റത്തില്ല. മൃഗഡോക്ടർ സർട്ടിഫിക്കറ്റ് പോലീസിന് കൊടുത്തിട്ട് മാത്രമേ ആനയെ എഴുന്നള്ളിപ്പിക്കാൻ പറ്റൂ. ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ് എന്തിനാ? മൃഗഡോക്ടർ കിടക്കിടയ്ക്ക് സൗന്ദര്യം കാണാനാണോ? അല്ല, ആനയുടെ ശരീരത്തിലെ ബ്ലഡിന്റെ കൗണ്ട് ദാണ്ട് ഞാൻ ലാപ്ടോപ്പ് വെച്ച് നിൽക്കാം. അതിന് BP ഉണ്ടോ എന്നറിയാനാ മൈക്രോ ചിപ്പ്. അതുകൊണ്ട് മൃഗഡോക്ടർ ആനയുടെ പുറകെ പോയി ഞാൻ ലാപ്ടോപ്പായിട്ട് നോക്കും. ഉടനെ പാപ്പാൻ എഴുതി കൊടുക്കും. ദാണ്ട് പേപ്പർ ശരിയാവന് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമുള്ള ആനയാന്നേ പറയും. ഒറ്റശേഖരന്മാർക്കടുത്ത് തെങ്ങും തോട്ടത്തിൽ തളച്ചേരെ ഓലയും മടലും എല്ലാം കൊടുക്കാൻ പറയും. ഇതാ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആനയുടെ കാര്യം പറഞ്ഞപ്പോഴാ എല്ലാവർക്കും ഒരു സംശയവും കൂടെ തീർത്തു തരാം. ഈ ഇടുക്കിയെ പറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ആന ഉണ്ടായിരുന്നു, അരിക്കൊമ്പൻ. അവ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്നറിയാം? പൊന്മുടിക്കപ്പുറത്ത് കോതയാർ, തമിഴ്നാട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇടയ്ക്ക് മനോരമയിലെ ജോണി ലൂക്കോസ് ഒരു പടം കൊടുക്കുന്നു. ആന വെള്ളം കുടിക്കുന്നു, അരിക്കൊമ്പൻ. സന്തോഷമില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ചെമ്പൂരിയാർ വിചാരിക്കുന്നത് നമ്മൾ സെൽഫി എടുക്കുന്ന പോലെ ആനയുടെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുവാന്ന്. അരിക്കൊമ്പൻ്റെ അടുത്തെങ്ങാണ് സെൽഫി എടുക്കാൻ പോയി അവൻ പിന്നെ ആ കോതയാറിലേക്ക് കിടക്കത്തുള്ളൂ. ഇത് സാറ്റലൈറ്റ് വഴി ആനയുടെ വാലയിലെ ചിപ്പിലെ മോണിറ്റർ ചെയ്തെടുക്കുന്ന പടവാ മനോരമയ്ക്കകത്ത്. ബാക്കിയൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ആനയുടെ തൂക്കം എത്ര? 4000 കിലോ. മേയ്ക്കുന്നത് ആരാ? പനിച്ചുമൂട് പാപ്പച്ചൻ. സന്തോഷമില്ലല്ലോ. 55 കിലോ ഒരു ചുള്ളിപ്പടി, മനസ്സിലാകുന്നവർക്കായി. വെള്ളറട, നീലമാമൂട്, കാരക്കോണം, പാറശാല. പാപ്പച്ചൻ്റെ വെയിറ്റ് 55 കിലോ, ഒരു ചുള്ളിപ്പടി, കയ്യിൽ ഒരു ജവാന്റെ കുപ്പി. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ചു. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടാ ബൈബിൾ അടക്കി വാഴുക. സന്തോഷമില്ലല്ലോ. 4000 കിലോ പിന്നെ വെയിറ്റുള്ള ആന നമ്മുടെ വെള്ളറുടെ നിന്ന് പനിച്ചുമൂട് പാപ്പച്ചാൻ. ലെഫ്റ്റ് റൈറ്റ്, ഒരു ടോർച്ച്, ഒരു വടി, ജവാന്റെ കുപ്പി. സന്തോഷമില്ലല്ലോ. രാത്രി വരെ നടത്തുന്നു. അതുകൊണ്ട് മനുഷ്യനെ അതിശയവും ഭയങ്കരമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു, മനസ്സിലാകുന്നവർക്കായി. ആനയുടെ വാല് കഴിഞ്ഞു. 2018 എല്ലാവരും നോക്കണം. ഇന്ന് ഇന്ത്യയുടെ ക്രിക്കറ്റ് കളിക്കാരൻ ഏറ്റവും നല്ലവനായ ഒരു നമ്മുടെ വിരാട് കോഹ്ലി, അദ്ദേഹം പറഞ്ഞു, ഞാൻ എയർപോർട്ടിലങ്ങ് എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് വിരാട് കോഹ്ലി ഒരു കാര്യം ചെയ്തു. അവൻ്റെ
പാസ്പോർട്ടിനകത്ത് മൈക്രോ ചിപ്പ് വെച്ചു. ഇതാണ്ട് ഞാൻ പോയാലും പിടിക്കരുത്, RFID മൈക്രോ ചിപ്പ്. 2021 ആയപ്പോൾ സകല കാറും ഇറങ്ങുമ്പോൾ അവർ പറയുന്നു ഫാസ്റ്റാഗ്. ചിലർ വിചാരിക്കുന്ന കോവളത്തെ ടാക്സ് കട്ട് ചെയ്യാനാണ്. എൻ്റെ അച്ചായ കോവളത്തെ ടാക്സ് കട്ട് ചെയ്യാനല്ല, അതിനകത്ത് MRI സ്കാൻ കണക്ക് ബാർകോഡായിരിക്കുന്നത്. മനസ്സിലാക്കുന്നവർക്ക് ശോത്രം. നിങ്ങളുടെ കാറിനകത്ത് എന്തോ ഉണ്ടെന്ന് മുഴുവൻ മനസ്സിലാക്കും. അതുകൊണ്ടല്ലയോ കൊടകര കുഴൽപ്പണ കേസ്? സന്തോഷമില്ലല്ലോ സ്വോത്രം. കാറിനകത്ത് പണം കണ്ടുകൊണ്ടാ പിണറായി സാർ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ യഹോശന്ന ഈ പള്ളിക്ക് ഈ മണി മതി. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അത് പറഞ്ഞപ്പോഴാ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സമരം വരെ തീർന്നത് കൊടകര കുഴൽപ്പണ കേസിലോ. തിരുവനന്തപുരത്ത് കണ്ടില്ലയോ പെങ്കൊച്ചുങ്ങളോ ആങ്കൊച്ചുങ്ങളോ കോർപ്പറേഷനിലെ ആര്യ രാജേന്ദ്രൻ ഇപ്പം രാജിവെക്കണം. പിണറായി സാർ പറഞ്ഞു കൊടകരയിലെ കാർ എടുക്കണോ രാജിവെക്കണോ. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അവിടെ നിന്ന് എന്തോരു സമരമായിരുന്നു. ഞാൻ LMS CSL 2 ആവശ്യത്തിന് പോയപ്പോൾ പെങ്കൊച്ചുങ്ങളെല്ലാം ആര്യപ്പൻ രാജിവെക്കണം. ഞാനും വിചാരിച്ചു വല്ല പായസവും കിട്ടുമെന്ന്. ഭാഷ സ്വോത്രം. ഒന്നും നടന്നില്ല. പിണറായി സാറിൻ്റെ ബ്രഹ്മാസ്ത്രം ഉണ്ടായിരുന്നു. രാഷ്ട്രീയക്കാർ കൊടകര കുഴൽപ്പണ കേസ് ഇതെല്ലാം കയ്യിലിരിക്കുന്നുണ്ട്. ആ പണം ഉള്ളത് കണ്ടുപിടിച്ച് ട്രാക്ക് ചെയ്യും പോലീസ്. മനസ്സിലാകുന്നവർക്ക് RFID. അതുകൊണ്ട് പിന്നെ പണമൊന്നും കാറിനകത്ത് വെച്ചുകൊണ്ട് പോകരുത്. മനസ്സിലാക്കുന്നവർക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കണം. ഇതാ മുഴുവൻ സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞു. ഇന്ന് 6ാമത്തെ സംഭവം ഒന്ന് QR കോഡ് സ്കാൻ ചെയ്യുക. ഇന്ന് രാത്രി ഏറ്റവും നിർണായകമായ സംഭവം പറഞ്ഞു തരാം മനസ്സിലാക്കുന്നവർക്ക്. ഇന്ന് എയർപോർട്ടുകളിൽ പോയാൽ തിരുവനന്തപുരം ആകട്ടെ കൊച്ചി ആകട്ടെ സ്വോത്രം, അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു ടിക്കറ്റിനകത്തൊരു ബാർകോഡുണ്ട്. കാണിച്ചു തരാം. ഈ ബാർകോഡ് വെച്ച് കഴിഞ്ഞാൽ ഡോർ തന്നെ തുറന്നു വരും. മനസ്സിലാകുന്നവർക്കായി ഇന്നത്തെ സകല എയർപോർട്ടിലും നിങ്ങൾക്ക് വീട്ടിനകത്തിരുന്ന് ടിക്കറ്റ് എടുക്കാം. അവിടെ ചെല്ലുമ്പോൾ ഗ്രീൻ ചാനൽ ഒരു ഗ്ലാസിൻ്റെ പുറത്ത് ഇത് വെക്കുമ്പോൾ ഡോർ തുറന്നു വരും. അത് തിരുവനന്തപുരം. തീർന്നില്ല. ഗൾഫ് രാജ്യങ്ങളുടെ എയർപോർട്ടിൽ ചെന്നാൽ പാസ്പോർട്ടൊന്നും കാണിക്കണ്ട. ചെല്ലുമ്പോൾ കൈ വെച്ചാൽ മതി, ഡോർ ഓപ്പൺ. മനസ്സിലാകുന്നവർക്കായി. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ദുബായിലും അബുദാബിയിലും ഷാർജയിലും ഇപ്പോൾ ഒന്നുമില്ല, നേരെ ചെല്ലുമ്പോൾ നെറ്റി അങ്ങോട്ട് കമ്പ്യൂട്ടറിൽ കാണിച്ചാൽ മതി. കുഴപ്പമുള്ളവനാന്ന് ഇങ്ങോട്ട് നിൽക്കാൻ പറയും, അല്ലെങ്കിൽ ഡോർ തുറന്നു വരും. മനസ്സിലാകുന്നവർക്കായി. ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിലേക്ക് പോയി. ഓൺ ഗവൺമെൻറ് ഓൺ മൈക്രോ ചിപ്പ്. അതാ ന്യൂ വേൾഡ് ഓർഡർ. തിരുവനന്തപുരം എയർപോർട്ടിൽ പോലും ഇന്നെല്ലാം QR കോഡ് കാണുമ്പോൾ ഡോറുകൾ തുറന്നു വരും. അങ്ങനെയെങ്കിൽ ഇതിനെ സുരക്ഷിതമായിട്ട് എവിടെ കൊണ്ടുവരും? കൈമയിലും നെറ്റിമയിലും മുദ്ര കൊണ്ടുവരും. അതിനാസ്പദമായി അമേരിക്കയിലെ ഏറ്റവും വലിയ പുള്ളിക്കാരന് ലോകവ്യാപകമായി വരുന്നു മൈക്രോ ചിപ്പ്. അമേരിക്കയിലെ ഏറ്റവും വലിയ പുള്ളിക്കാര് പറഞ്ഞു തരാം. ബരാക് ഒബാമ കൈകളിൽ മൈക്രോ ചിപ്പ് വെച്ചു. ഇവിടെ UK ഇരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ, മുഴുവൻ സ്ഥലങ്ങളിലും മൈക്രോ ചിപ്പ് വെച്ച് കഴിഞ്ഞു. അന്ത്യകാലം മൊട്ടറോള കമ്പനി പറയുന്നു എല്ലാം ഒരു കാർഡിനകത്താക്കാം. മനസ്സിലാകുന്നവർക്കായി എല്ലാം ഒരു കാർഡിനകത്താക്കോ. പാസ്പോർട്ട്, ആധാർ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എല്ലാം ഒരെണ്ണത്തിലാക്കാം. ഒരു കാര്യം പറഞ്ഞുതരാം. പണ്ട് കുമാരണ്ണനെ തന്നെ പിടിക്കാം. കുമാരണ്ണന് നമ്മുടെ കീഴാറൂർ കൺവെൻഷൻ CD ഇട്ടിട്ടാ പെട്രോൾ മേടിക്കാൻ പോയി. എവിടെ? മണ്ഡപത്തിൻ കടവ്. കൺവെൻഷൻകാർ നോക്കിയപ്പോൾ CDയും കുരുങ്ങി പാട്ടുമില്ല. സന്തോഷമില്ലല്ലോ സ്വോത്രം. അങ്ങനെ അങ്ങ് പോയി സ്വോത്രം. അവർ കടന്ന് വിളിയോടെ വിളി. അപ്പോൾ പറയും മണ്ഡപത്തിൻ കടവിന് ഞാൻ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വരാം. ആ സമയത്ത് നാട്ടുകാർ ചിലപ്പോൾ അന്വേഷിക്കും എന്താ സംഭവിക്കുന്നത്, കൺവെൻഷൻ ഉണ്ടോ? ഇന്ന് അങ്ങനാണോ? എവിടെങ്കിലും ഒരു കൺവെൻഷന് കുമാരണ്ണം പോയാൽ ചിന്നമ്മാമ ബ്ലൗസേ കുത്തുന്ന ഒരു സാധനമുണ്ട്, അതിൻ്റെ പേരാ പെൻ ഡ്രൈവ്. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ സ്വോത്രം. അതെടുത്തൊരു കുത്ത് പിന്നെ കുമാരണ്ണൻ ചെന്നൈ പോയിട്ട് വന്നാലും പാട്ട് തീരത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഒരു ഫിലമെൻറ്റിനകത്ത് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ഫിലമെൻറ്റ് കൈക്കകത്ത് വരും മൈക്രോ ചിപ്പിൻ്റെ വലിപ്പത്തിൽ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കൈക്കകത്ത് കൊടുക്കുന്നു? ഇതാ കൈകരേഖ. അത് യോബ് 37:7 ഒരിക്കൽ കൂടി വായിച്ചാട്ടെ. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്നറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. എല്ലാവരും കൈ മുദ്രയിട്ടു. ആധാറിന് വേണ്ടി കൈ മുദ്രയിട്ടു, പാസ്പോർട്ടിന് വേണ്ടി ഇട്ടു. കാര്യമില്ല. ആധാർ പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറഞ്ഞത്. എന്താ ആധാറിന്റെ പ്രത്യേകത എന്നറിയോ? വന്നപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടാങ്കിൽ എടുക്കണ്ട. വേറൊരു കാര്യം കൂടി ഇപ്പോൾ പറയാൻ പോവാ, എല്ലാവരും കേൾക്കണം. അന്ന് പറഞ്ഞു വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടാങ്കിൽ എടുക്കണ്ട. അപ്പം ആ കുഞ്ഞ് ജനിച്ചാൽ ആധാർ, പോസ്റ്റ് ഓഫീസിൽ പോയാൽ ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ, ബാങ്ക് അക്കൗണ്ട് ആധാർ, ഏത് കർഷകർക്ക് സബ്സിഡി ആധാർ, ഗ്യാസിൻ്റെ സബ്സിഡി പോയി, അതിനിപ്പോൾ കാര്യമില്ല സ്വോത്രം. ഏതിനും ആധാർ. പിന്നെ അടുത്തതൂടെ അപ്പച്ച മരിച്ചാലും മരണ സർട്ടിഫിക്കറ്റ് കിട്ടണേ ആധാർ വേണം. സന്തോഷമില്ലല്ലോ. ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത് നമ്മുടെ അവിടുന്ന് കൊണ്ടുവരുന്ന പയ്യൻ അമ്മച്ചി 100 രൂപ വെച്ച് മൊബൈൽ ചാർജ് ചെയ്യാൻ കൊടുക്കും. അപ്പച്ചൻ മരിച്ചാലും 1 വർഷം അപ്പച്ചനെ ജീവിപ്പിക്കും. മനസ്സിലാകുന്നവർക്ക് ആശ്വാസം. അതുകൊണ്ട് മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുമ്പോൾ വഴിയാധാരമായ ആധാർ തീർന്നില്ല. ഇനി കേരളത്തിൽ ഡിജിറ്റൽ സർവേ എല്ലാവർക്കും പിടികിട്ടിയോ? സന്തോഷമില്ലല്ലോ. കേരളത്തിൽ ഡിജിറ്റൽ സർവേ വരാൻ പോവുക സ്വോത്രം. അപ്പം ഞങ്ങളുടെ ഉപദേശമാർ ഓടിക്കും
ഉപദേശിച്ച് പറയും എനിക്ക് 10 സെന്റ് വീട് ചെമ്പൂരുള്ളെന്ന്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ആറാട്ടുകുടി 2 ഏക്കർ പുരയിടം കിടക്കുക, അത് ആർക്കും അറിയത്തില്ല. സ്വോത്രം. ആറാട്ടുകുടി പെങ്കൊച്ചി എന്ന് ഡിജിറ്റൽ സർവേ നോക്കുമ്പോൾ ആധാർ കൊണ്ടുവരാൻ പറയും, OTP നോക്കും. അപ്പം കമ്പ്യൂട്ടർ അടിച്ച് നോക്കുമ്പോൾ ആറാട്ടുകുടി 2 ഏക്കർ, ചെമ്പൂര് 10 സെന്റ്, മണ്ഡപത്തിൻ കടവ് റോഡ് സൈഡിൽ 5 സെന്റ് പ്ലോട്ട്, കാട്ടാക്കട 1 മുറി കട, ഇതെല്ലാം തെളിഞ്ഞു വരും. വഴിയാധാരമായില്ല മാമ. സ്വോത്രം. ഇനി അടുത്തതൂടെ പറഞ്ഞു തരുവാ. നിങ്ങളുടെ കയ്യിൽ ATM കാർഡ് കിട്ടിയല്ലോ. എല്ലാവരും കേട്ടോണം. വില്ലേജ് ഓഫീസ് പണിയെടുക്കുന്നവർ അവർക്കറിയാം. ദാണ്ട ഇപ്പം ഈ ഒരു കാര്യമുള്ളത്. പാസ്റ്റർമാർ കേട്ടാട്ടെ, നമ്മുടെ ഭൂമിയെല്ലാം ഒരു കാർഡിനകത്താക്കും. വില്ലേജ് ഓഫീസ് ചെല്ലുമ്പോൾ ഈ കാർഡ് ലാപ്ടോപ്പിൽ കാണിക്കുമ്പോൾ സ്കെച്ച്, എലിവേഷൻ, പ്ലാന്, വേഷൻ എല്ലാം ഇനി വരും. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. പ്രമാണം എഴുതാൻ ഈ കാർഡ് എത്ര പേരുടെ കാറ്റ് പോകുന്നറിയാവോ? പലരും പറയും ഞങ്ങൾക്ക് അവിടില്ല ഇവിടില്ല. കരമടച്ച രസീത് നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് കൊടുത്ത് ഡിജിറ്റൽ സർവേ നടത്തുമ്പോൾ ഒരു മൊബൈലിനകത്ത് OTP വരുമ്പോൾ വളരെ ക്ലിയറായിട്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യും. ഇന്ത്യയിൽ എവിടെല്ലാം ഭൂമിയുണ്ട്. സന്തോഷം ഇല്ലല്ലോ? മനസ്സിലാക്കുന്നവർക്കായി. അയ്യോ, ഇനി പുരാണം പ്രമാണം എഴുതാൻ പോകുമ്പോൾ ഇതുകൂടെ കൊണ്ടുപോകണം. വരും നിങ്ങളുടെ വീട്ടിലെല്ലാം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഡിജിറ്റൽ സർവേ. ലോകം ഒരുവന്റെ കയ്യിൽ എന്താ ഒരു കമ്പ്യൂട്ടറിനകത്തെല്ലാം കൊണ്ടുവരുന്നോ? അങ്ങനെയെങ്കിൽ താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ കൈ മുദ്രയിടണം. എന്തിന്? റേഷന് വേണ്ടി മുദ്രയിടണം. മനസ്സിലാകുന്നവർക്കായി. 2016 കേട്ടോണേ, നമ്മുടെ സൗകര്യരാക്കി വിട്ടിരിക്കുന്നു. 2016 ഞാൻ കട്ടക്കോട് പ്രസംഗിച്ചു, കൈ മുദ്രയിട്ട് റേഷൻ മേടിക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി. അന്ന് എല്ലാവരും കൂടെ പറഞ്ഞ് ഈ പാസ് പഠിച്ചെന്തോ തലയ്ക്ക് പിന്നളവി പോയാന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. 2016 കട്ടക്കോട് ഞാൻ ഇന്നും പ്രസംഗിച്ചതാ. അപ്പം ഞാൻ പറയും കൈ വെച്ച് റേഷൻ മേടിക്കുമെന്ന്. ഉടനെ അവർ പറഞ്ഞ് ഇതാവശ്യം. 2018 കട്ടക്കോട് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് പാലയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ തൊട്ടടുത്ത് റേഷൻ കട ഉണ്ടായിരുന്നു. സത്യൻ ചേട്ടൻ കീക്കി കൂക്കു 4 കിലോ, കുഞ്ഞമ്മ സിസ്റ്റർ കീക്കി കൂക്കു 3 കിലോ. മനസ്സിലാക്കുന്നവർക്കായി. എനിക്കിതാരും പറഞ്ഞു തന്നില്ല. ഇത് നമ്മുടെ ഇൻഫോസിസിനകത്ത് 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ കൈ വെച്ച് റേഷൻ കാർഡുമായിട്ട് ഇവിടെ പ്രിന്റ് ചെയ്ത് റേഷൻ എടുത്തുകൊണ്ടിരിക്കുക, താമസം എന്നാ ഇന്ത്യ വരുമെന്ന്. അങ്ങനെ ഞാൻ പ്രസംഗിച്ച കൈ വെച്ച് റേഷൻ മേടിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ കൈക്കകത്ത് ഒരു രേഖയുണ്ടോ? മനസ്സിലാകുന്നവർക്കായി. സുകുമാരൻ പാസ്റ്റർ, രാജൻ പാസ്റ്റർ, ഞാൻ, സ്റ്റെബിലിന്, അത് കഴിഞ്ഞ് ഷിജു, ഞങ്ങൾ 5 പേരും കൺവെൻഷൻ ഇവിടെ ഉണ്ട്. എൻ്റെ റേഷൻ കാർഡ് സുകുമാരൻ പാസ്റ്റർ കൊടുത്തു, സുകുമാരൻ പാസ്റ്റർ റേഷൻ കാർഡ് രാജൻ പാസ്റ്റർ കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാർഡ് സ്റ്റെബിലിന് കൊടുത്തു, സ്റ്റെബിലിൻ്റെ അടുത്ത് ഷിജുവിന് കൊടുത്തു. ഞങ്ങൾ 5 പേർ റേഷൻ കടയിൽ ചെന്ന് കൈവച്ചു. റേഷൻ കിട്ടുമോ? അവിടെ ഇരിക്കുന്ന ചേച്ചി തമിഴ്നാട്ടിലെ കണക്ക് പറയും, ഏമാത്തി കാണിക്കാത്ത സ്ഥലം വിടാൻ. മനസ്സിലാകുന്നവർക്കായി സ്വോത്ര. അപ്പം നമ്മുടെ കൈക്കകത്ത് ഒരു രേഖയുണ്ടോ? ഇത് സാധാരണ സംഭവമല്ല. നിങ്ങളിവിടെ കൈവെക്കുമ്പോൾ സപ്ലൈകോടെ കേന്ദ്രമാ വള്ളക്കടവ് തിരുവനന്തപുരം. ആ കമ്പ്യൂട്ടർ ഡൽഹി പോ. അന്നേരം അടിച്ചു വരുന്നത് 4 കിലോ, 3 കിലോ, 2 കിലോ, 1/2 ലിറ്റർ മണ്ണെണ്ണ. സന്തോഷമില്ലല്ലോ? ആട്ടപ്പൊടിയെല്ലാം പോയി ഉക്രൈൻ യുദ്ധത്തോടു കൂടി. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ നമ്മുടെ കൈക്കകത്ത് ഒരു രേഖ വരച്ചിട്ടുണ്ട്. ആരാ നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ചത്? ഇതാ ഞങ്ങളുടെ ബൈബിൾ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതല്ല അവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, ഇന്ന് രാത്രി അമ്മാമേ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നിന്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ഇന്ന് രാത്രി ആകാശത്ത് കയറിയാൽ അവന്റെ കരം നിന്നെ തേടിയെത്ത്. ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കടക്ക ഭരിച്ചാൽ അവന്റെ കരം നിന്നെ തേടിയെത്ത്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ എഴുന്നേൽക്കാവൂ. 2026 കരമുയർത്തി പറയണം, ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല, എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ട്, പെരുമ്പാമ്പിനെ ഞാൻ മെതിച്ചു കളയും. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ വീടിനെ കാത്തു പരിപാലിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? ചെമ്പൂരും വലിയ വഴിയും ഭൂകമ്പം വരട്ടെ, യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം എന്നെ കാക്ക്. ഇന്ന് രാത്രി ആകാശത്ത് നിന്ന് ഉൽക്ക വീഴട്ടെ, കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവ. അതുകൊണ്ട് ഇന്ന് രാത്രി ദുഷ്ടപിശാചി നടുങ്ങട്ടെ. കരമുയർത്തി പറയണം, ഞാൻ എല്ലാ കാലത്ത് യഹോവയെ വാഴ്ചു, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. നിന്റെ കൈക്കകത്ത് രേഖ വരച്ചവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് ആരാ നമ്മുടെ ദൈവം? 10,000 മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് ഒരു സ്കാൻ പോലും ചെയ്യാതെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന ചതുർദ്രമ പിണത്ത് തന്റെ ഭക്തന് വേണ്ടി കരമടയ്ക്കാൻ കൊടുത്തവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇതാ മാമേ സയൻസ്. ചെമ്പൂർ റേഷൻ കടയിൽ വെക്കുമ്പോൾ വള്ളക്കടവ് വഴി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ഒരുവൻ ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെയുണ്ട്.
അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. സ്വോത്രം. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ ഇന്ന് രാത്രി കൈമുദ്രയുണ്ട്. പെന്തിക്കോസ്തുകാരോടും പറയാം, പാസ്റ്റർമാരും ഇരിക്കുക. ചില പെന്തിക്കോസ്തുകാരിന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ചെന്ന് തത്തയുടെ മുമ്പിൽ കൊടുക്കുക കൈ. സന്തോഷമില്ലല്ലോ. മന്ത്രവാദിയുടെയും കൊടുക്കുക. സ്വോത്രം. ഇനി മേലാൽ ഇവിടുന്ന് ആരെങ്കിലും കോട്ടൂരും കാണികൾ മന്ത്രവാദികളെ കാണാൻ പോകരുത്. നിന്റെ കൈ ഇവിടെ വെക്കുമ്പോൾ കിലോമീറ്ററുകൾക്കകത്ത് ഡൽഹിയിൽ നിന്റെ കൈക്കകത്ത് രേഖ വരച്ചത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ, അതറിഞ്ഞ് നിന്റെ റേഷൻ തരാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവമെങ്കിൽ, ഇന്ന് രാത്രി പറയണം, എൻ്റെ സകല ഭാവിയെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. മന്ത്രവാദിക്ക്, തന്ത്രവാദിക്ക്, ശകുനിക്കും, ആഭിചാരക്കാരന് തത്തയെ വിട്ട് കാർഡെടുക്കുന്നവന്റെ മുമ്പിൽ നീ പോകരുത്. 2026 ഇന്ന് രാത്രിയുടെ കൺവെൻഷൻ വരുവേ. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ നീ മുട്ടുകുത്തുക. കരമുയർത്തുന്നവർക്ക് അവന്റെ ഭാരങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുക. ഈ രാത്രി കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വചനം മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇന്ന് ഒരുവൻ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് എലോൺ മസ്ക്. ദാണ്ടേ ഈ ചിപ്പ് എവിടെ കയറ്റാം? കൈമേലും നെറ്റിമേലും. ഇവിടം തൊട്ടാ ചിന്തിക്കുന്നത്. ഈ ചിപ്പ് കയ്യിൽ വച്ചാൽ എന്ത് നടക്കും? ഇവിടെ സഞ്ചാർ സാത്തിയിലേക്ക് വരാൻ പോകുന്നു. അതിൻ്റെ പ്രത്യേകത എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മൈക്രോ ചിപ്പിൻ്റെ കയ്യിൽ വെക്കുമ്പോൾ 3 തലങ്ങളിലേക്ക് പോകും. അതാ തലച്ചോറുകൾ ഇൻ്റർനെറ്റ് വഴി മോണിറ്റർ ചെയ്യാം. മനസ്സിലാകുന്നവർക്കായി. ഇപ്പോൾ ഇവിടെ ഓൺലൈനിൽ കൊടുക്കും. ഇവിടെ കുഞ്ഞുങ്ങൾ വിട്ടിട്ടുണ്ട്. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ് ഇതാ കിടക്കുന്നു. മനുഷ്യൻ്റെ തലച്ചോറിന് സാറ്റലൈറ്റ് വഴിയായിട്ട് ബന്ധിപ്പിക്കാം. അതിൻ്റെ ഒന്നാമത്തെ ഘടകമാ ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നു സഞ്ചാർ സാത്തി. അതിൻ്റെ അർത്ഥം ഒരു കമ്പ്യൂട്ടറും വേണ്ട, സാറ്റലൈറ്റ് വഴി മനുഷ്യൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് ആപ്പിൾ കമ്പനി ഇന്ത്യ ഗവൺമെൻറ്റിനോട് പറഞ്ഞ് നടക്കത്തില്ല. പാർലമെൻറ്റിനകത്തും പ്രശ്നമായി. ഒരു മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ ട്രാക്ക് ചെയ്യുന്നത് സഞ്ചാർ സാത്തി. നിങ്ങളുടെ സാറ്റലൈറ്റ് വഴി, ഇവിടെ കാണുന്ന ടവർ വഴി നിങ്ങളുടെ ലൊക്കേഷൻ ആരും അറിയണ്ട. ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിന് ഓർഡർ ചെയ്യുക. അതിൻ്റെ പേരാ സഞ്ചാർ സാത്തി. അതിനാസ്പദമായി ഒരു മനുഷ്യൻ്റെ കയ്യിൽ ചിപ്പ് വച്ചാൽ ശരീരത്തെ മുഴുവൻ മോണിറ്റർ ചെയ്യാം. കേട്ടോ, ഒരു മനുഷ്യൻ്റെ ശരീരം 100 കോടി കോശമാ. അതിനെങ്കിൽ തലച്ചോറിനെയാ കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്യുന്നത്. ഒരു തലയ്ക്കകത്ത് 3 ഘടകമുണ്ട്: സെറിബ്രം, സെറിബെല്ലം, മെഡില്ല, ഒബ്ലാങ്കേറ്റ. അതിനകത്ത് ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. ആ കുഞ്ഞിന് അപ്പോൾ ഒരു മനുഷ്യൻ്റെ തലയിൽ എത്ര ചിന്തയാണ്? ബാക്കിയുള്ള സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 1 മിനിറ്റിൽ 40 ചിന്തയാണ് ഒരു മനുഷ്യൻ്റെ തലയിൽ. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര? 2400 ചിന്ത. സന്തോഷമില്ലല്ലോ. ഈ മണ്ടൻ തല ഇപ്പോൾ ഇവിടെ നിൽക്കുക. ഇപ്പം ഞാൻ ചിന്തിച്ച കാനഡ ടൊറൻറ്റോ വരെ വരും. മനസ്സിലാകുന്നവർക്കായി. സ്വപ്നം കാണാൻ കാശ് കൊടുക്കേണ്ട തലച്ചോറ് മതി. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2400 ചിന്തയാണ് ഒരു മനുഷ്യൻ്റെ തല. ആ കൊച്ചിനെ നോക്കിയാൽ ചെമ്പൂരോ കുഞ്ഞമ്മാമ പറയുന്നത് നിൻ്റെ തലയെ കളിമണ്ണാന്ന്. സന്തോഷമില്ലല്ലോ. സ്വത്രം. ഇനി മേലെ അങ്ങനെ പറയരുത്. കൊച്ചു പഠിക്കാൻ, പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി, ഇതിനെ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം. അതിൻ്റെ പേരാ കമ്പ്യൂട്ടർ. കുഞ്ഞുങ്ങൾ എഴുതാം. അതിൻ്റെ പേരാ ഫ്യൂച്ചർ ഫന്റാസിയ. ഒരിക്കൽ കൂടി, എർവിൻ. എമോഷണൽ, റോബോട്ടിക്, വയർലെസ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക്. ലോകം ഒരുവൻ്റെ കയ്യിലേക്ക്. കമ്പ്യൂട്ടർ +2 കുഞ്ഞുങ്ങൾക്കെല്ലാം എഴുതിക്കോ. എർവിൻ ദാ കിടക്കുന്നു. ലോകം ഒരുവൻ്റെ കയ്യിൽ. ഇന്ന് ലോകത്തിലെ 2016, എല്ലാവരും കേട്ടോണേ, 2016 ആര്? എലോൺ മസ്ക്. സൗത്ത് ആഫ്രിക്ക ഒറിജിനാന്ന് പറയുന്നു. അവൻ്റെ പിൻപിൽ യഹൂദരുണ്ടെന്ന് പറയുന്നു. അവൻ അമേരിക്കയിൽ കാലിഫോർണിയയിൽ വന്നൊരു കമ്പനി ഉണ്ടാക്കി. അതിൻ്റെ പേരാ സ്റ്റാർലിങ്ക് ഇൻ്റർനാഷണൽ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ സാറ്റലൈറ്റ് ഇന്ന് ആകാശത്തിൽ കിടക്കുന്നത്. അതുകൂടെ പറഞ്ഞു തരാം. അവനുണ്ടാക്കിയ കമ്പനിയുടെ പേരാ ന്യൂറോലിങ്ക് ഇൻ്റർനാഷണൽ. അവൻ 2 പേരെ കരങ്ങളിലെടുത്തു. ഒന്ന് ആരെയാണെന്നറിയാമോ? റിലയൻസ് ജിയോ. അതുകൊണ്ടാണ് ഇന്ന് ചെമ്പൂരിൽ നല്ല നെറ്റ്വർക്ക്. 2 എയർടെൽ. ഒരുവൻ്റെ കയ്യിലേക്ക് ലോകം പോവോ? പറഞ്ഞു തരാം. 2 അജി ബ്രദർ ഇവിടെ ഇരിക്കുന്നു. ഇന്ന് രാത്രി മറ്റൊരു രീതിയിലാണ് ലൈവ് കൊടുക്കുന്നത്. ഇടുക്കിയിൽ കട്ടപ്പനയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. തൊഴിലാളി മേഖല. പണ്ട് ഒരു വാനുമായിട്ടൊരു പയ്യനെ ലൈവ് കൊടുക്കാൻ വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ അരിസ്റ്റോക്രാറ്റിൻ്റെ ഒരു പെട്ടിയായിട്ട് അവൻ വന്നു. ഞാൻ വിചാരിച്ച ഷെബിലിനെ ഇത്രയും പ്രസംഗിച്ചുകൊണ്ട് എനിക്ക് ചിലപ്പോൾ പെട്ടി തരാൻ വരുവാന്ന്. സന്തോഷമില്ലല്ലോ. സോദരം. ഉപദേശിമാർക്ക് പെട്ടിയും കവറുക. അപ്പോൾ എന്തോ ചെയ്തു? യവൻ വന്നു. ഒരു ലാപ്ടോപ്പ് മുമ്പിലോട്ട് വെച്ച് നെഞ്ചത്ത് ഒരു ക്യാമറ. ആ കുമാരണ്ണൻ്റെ ചർച്ചിൻ്റെ അവിടെ കാണുന്ന പോലെ ഒരു പെട്ടി, നമ്മുടെ DB വെക്കുന്ന പോലെ 2 ചെകുത്താൻ്റെ മുള്ളും ഒരു വയറും. ഞാൻ ചോദിച്ചു, വാൻ എന്തിയെ? വാനൊക്കെ വിറ്റ് കാശാക്കി. ഞാൻ ചോദിച്ചു, മോനെ ഇത് ഏതാ പെട്ടി? ഇത് എലോൺ മസ്ക് റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പെട്ടിയാ പാസ്റ്ററെ. ഇതിൻ്റെ വയറെടുത്ത് ലാപ്ടോപ്പിൽ കൊടുത്താൽ 110 രാജ്യങ്ങളിൽ കാണാമെന്ന്. സന്തോഷം ഇല്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി. ഇടുക്കി കട്ടപ്പനയ്ക്കടുത്ത് ഏലത്തോട്ടത്തിൽ ഞാൻ പ്രസംഗിച്ചത് 110 രാജ്യം. ഞാൻ ചോദിച്ചു, ഇന്ത്യയുടെ നെറ്റ്വർക്കോ? അല്ല, റിലയൻസ് ജിയോ ഇന്ന്
പിന്നെ ഇവരുമായിട്ട് സാറ്റലൈറ്റ് ഇൻ്റർനാഷണൽ എലോൺ മസ്കുമായിട്ട് ടൈപ്പായി അവരുടെ നെറ്റ്വർക്കിൽ ലോകം മുഴുവൻ. അങ്ങനെയെങ്കിൽ ഒരു എലോൺ മസ്ക് വന്നിട്ടുണ്ട്, പറയുന്നു മനുഷ്യനിൽ മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ ലോകം ഒരുവൻ നിയന്ത്രിക്കാം. ഒരു ഗവൺമെൻറ്, ഒരു കറൻസി, ഒരു കമ്പ്യൂട്ടർ, ഒരു മൈക്രോ ചിപ്പ് ഇത് ലോകത്തിൽ വരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബൈബിളിനകത്തുണ്ടോ ഒരു സംഭവം നടക്കും. സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യാം, വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. കുഞ്ഞു വായിച്ച് അയക്കണം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം മനസ്സിലാകുന്നവർക്കായി. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അവിടെ നിൽക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അതിന്റെ ഇംഗ്ലീഷിന്റെ പേരാ എർവിൻ, എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. ഇത് മലയാള മനോരമ. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്. ലോകം കാണാൻ പോകുന്ന അത്ഭുതം. മനുഷ്യന്റെ കയ്യിൽ ഒരു ചിപ്പ് വെച്ചാൽ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യും. ലോകം വരവേൽക്കാൻ പോകുന്നു. എല്ലാവരും ഈ ഭാഗം ശ്രദ്ധിക്കണം. ഇത് വച്ചാൽ 7 കാര്യങ്ങൾ ലോകത്തിൽ നടക്കും. ഒന്ന്, നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്ത് ഈ ഒരു ചിപ്പ് വച്ചാൽ ക്യാൻസർ ഉണ്ടോ ട്യൂമർ ഉണ്ടോ എന്നുള്ളത് 15 വർഷം മുമ്പ് ഈ ചിപ്പ് പറഞ്ഞു തരുമെന്ന്. സന്തോഷമില്ലല്ലോ? അപ്പം നിങ്ങൾ പറയും ഭാഷയെ വല്ലതും പറയാൻ സാധ്യതയുണ്ട്. അണ്ട ഈ പേന ആ കയ്യിരിക്കുന്ന കണ്ടു. പണ്ട് ഞാൻ ചെമ്പൂരി വന്നു 12 രൂപ പാസ് കൊണ്ടുപോകും. അങ്ങനെ ആന്നു. ഇപ്പോൾ ചെമ്പൂർ SU ഫണ്ടിൻ്റെ പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പേന എടുക്കുമ്പോൾ കീ കൂക്കു ഒറ്റയടി. സന്തോഷമില്ലല്ലോ? 12 രൂപ കൊണ്ടുപോകാം. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് കയ്യിൽ വച്ചാൽ 15 വർഷം മുമ്പ് ലാപ്ടോപ്പ് വഴി സ്കാൻ ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ ക്യാൻസർ ഉണ്ടോ എന്നറിയാമെന്ന്. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ ആയുസ് എത്ര കൂടി? 15 വർഷം. അപ്പോൾ ആരാദ്യം വെക്കും? ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരെങ്ങനെങ്കിലും ആരും അറിയാതെ ഒന്ന് വെക്കും. 15 വർഷം കൂടെ പ്രസംഗിച്ചാൽ രാത്രി കാശ് കിട്ടുമല്ലോ. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ? സ്വത്രം. ഇതാ സർപ്പ ഉപായത്തിൽ ചതിച്ചതുപോലെ. 1. 2, ഈ ചിപ്പ് ഇപ്പം പറയുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു കൂടുതൽ പൈസ കൂടുതലുള്ളവർ ജീവിക്കാൻ താല്പര്യമുണ്ട്, എന്നെ സമീപിക്കണം. ഈ ചിപ്പ് വെച്ചാൽ ലൈഫ് എക്സ്റ്റൻഷൻ വാറണ്ടി പറഞ്ഞുതരാം. അത് 3 നേതാക്കൾ ഇപ്പോൾ ഈ ചിപ്പ് വെക്കാൻ പോവുക. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അത് കഴിഞ്ഞ് ചൈനയുടെ പ്രസിഡന്റ് കിങ് ജോങ്, അത് കഴിഞ്ഞിട്ട് ചൈനയുടെ ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ്. അവരോട് ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ചിപ്പ് വച്ചാൽ 150 വർഷം വരെ ജീവിക്കാമെന്ന്. അർത്ഥം ഞാനതാ പറഞ്ഞ് ഓരോ വർഷവും ഒരു മെഡിക്കൽ ചെക്കപ്പിന് കയറണം. കർക്കടക വാവു ചികിത്സ കണ്ടവരെത്ര പേരുണ്ട്? സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഉടിച്ചിൽ കിഴിച്ചിൽ പിടിച്ചിൽ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പോഴാ ഒരു വർഷത്തിൽ ചേട്ടനും ചേച്ചിയും കൂടെ 14 വർഷം ഉഴിയാനും പിടിക്കാനും കിഴിയാനും എല്ലാം പോകും. അവസാനം ഇറങ്ങി വരുമ്പോൾ നല്ല ദാവീദ് ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിന്നോലെ നിൽക്കുകയും ചെയ്യും. മനസ്സിലാകുന്നവർക്കായി. അതുപോലെ ഇന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു ഞങ്ങളുടെ ഒരു ടെക്നോളജിയിൽ നിങ്ങൾ കയറിക്കടന്നാൽ നിങ്ങളുടെ ബ്ലഡ് മാറ്റാം. പഴയ ബ്ലഡിനെ ഊറ്റിയെടുത്തിട്ട് പുതിയത് കൊടുക്കാം. മനസ്സിലായോ അമ്മാമ്മേ? ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 6 ലിറ്റർ രക്തം 5.5 ഉള്ളു. ഇതിനെ ഒരു സൈഡിൽ കൂടെ നമ്മൾ പൈപ്പ് വലിച്ചെടുത്തിട്ട് മറു സൈഡിൽ കൂടെ കൊടുത്താൽ ലൈഫ് എക്സ്റ്റൻഷൻ ഗ്യാരണ്ടി. അത് കഴിഞ്ഞിട്ട് ശരീരത്തിലെ കാര്യങ്ങൾ മൊത്തം ഈ ചിപ്പ് പറഞ്ഞു തരും. അതുകൊണ്ട് ഈ 3 നേതാക്കളും പറയുന്നു ഞങ്ങളും ഇത് വെക്കാൻ തയ്യാറാ. ഇന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു 70 പോയി, 80 പോയി, 90 പോയി, സഖാവ് VS-ന്റെ 101 പോയി, 150. പൈസ ഉള്ള അച്ചായന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കുക. എന്നെ സമീപിക്കേണ്ട. നിങ്ങളുടെ ലാപ്ടോപ്പിൽ അടിച്ചു നോക്ക് ലൈഫ് എക്സ്റ്റൻഷൻ വാറണ്ടി ഈ ചിപ്പ്. 3-ാമത്തെ കാര്യം കൂടെ കേട്ടോണം. ടെക്നോ പാർക്ക് തിരുവനന്തപുരം. അവിടെ വൻകിട കമ്പനികൾ എല്ലാവരും കേട്ടാട്ടെ. അവിടെ നമ്മുടെ ഇൻഫോസിസ്, ടാറ്റ കൺസൾട്ടൻസി, സയൻസാണ് പറയുന്ന പുറകെ ബാക്കി വായിച്ചു തരും. മോള് വായിക്കണം. അങ്ങനെയെങ്കിൽ അവിടെ ഒരു സംഭവം. അവിടെ ഒരു കമ്പനിയുടെ മാനേജർക്ക് 10 ലക്ഷം രൂപ ശമ്പളമാണ്. അപ്പോൾ അദ്ദേഹം ഈ കമ്പനിയുടെ കൊട്ടേഷൻ മറിക്കുന്നതെന്ന് ഉടമയ്ക്കൊരു സംശയം. വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാളെ ജോലിക്ക് വരത്തില്ല. രായം പാസ്റ്റർ സ്വോത്രം. അതുകൊണ്ട് അവനോട് പറയും പൊന്നെ ചക്കരെ മോനെ ഈ ചിപ്പ് വച്ചാട്ടെ. മനസ്സിലാകുന്നവർക്കായി. അവൻ്റെ കയ്യിൽ ചിപ്പ് വെക്കും. മുതലാളി ഇതിൻ്റെ ബാർകോഡ് ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്യും. ആ സെറ്റ് ചെയ്യുമ്പോൾ അവൻ ആരോട് സംസാരിക്കുന്നെന്ന് ഈ ചിപ്പ് മുതലാളിക്ക് മെസ്സേജ് കൊടുക്കും. ആര് കൊണ്ടുവരുന്ന? എലോൺ മസ്ക്. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ പറയാം പാസ്റ്റർ ഇതൊക്കെ നടക്കുമെന്ന്. പണ്ട് നിങ്ങൾ ചെമ്പൂര് ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമായിരുന്നല്ലോ. സ്വോത്രം. സന്തോഷമില്ല? പിലാമ്പഴഞ്ചിയിലെ സഹോദരൻ പൊന്നപ്പൻ ലോൺ എടുക്കുമായിരുന്നു. 28-ാം തീയതി ആകുമ്പോൾ മാനേജർ വിളിക്കും, പൊന്നപ്പൻ സഹോദര 2 ദിവസം കൂടെ ബാക്കി ലോൺ അടയ്ക്ക്. സന്തോഷമില്ല? ഫെഡറൽ ബാങ്കിൽ നിന്ന് കോൾ വരുമായിരുന്നല്ലോ. ഇപ്പം സന്തോഷമില്ല. ഇപ്പം പൊന്നപ്പനും ഭാര്യയും കൂടെ രാത്രി കിടന്ന് സിനിമയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കീ കൂക്കു 12 മണിക്കൊരു മെസ്സേജ്, നാളെ ലോൺ അവസാന ദിവസം, ഇല്ലെന്നുണ്ടെങ്കിൽ ബൈക്ക് ആണുങ്ങൾ പിടിച്ചുകൊണ്ടു പോകും. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ക്ലിയർ ആയോ?
ഇതേ പരിപാടി ഇന്നത്തെ വൻകിട കമ്പനികൾ എല്ലാവരും പറയുന്നു ഈ ചിപ്പ് വേണം. 3. 4-മത്തെ കാര്യം കേട്ടോ, ഈ ചിപ്പ് പറയാം. ഇവിടുന്ന് ഒരു അച്ചായൻ, അമ്മമ്മ, 2 കുഞ്ഞുങ്ങൾ കന്യാകുമാരിക്ക് പോവുക. കേട്ടോണേ, അച്ചായന് ഒരു 75 വയസ്സുണ്ട്, അമ്മമ്മയ്ക്ക് 68 വയസ്സുണ്ട്, കുഞ്ഞുങ്ങൾ 2 പേര്. അച്ചായൻ ഇങ്ങനെ കാർ ഓടിച്ചു പോകുമ്പോൾ മാർത്താണ്ഡ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഈ AI ക്യാമറ ഇരിക്കുക. എല്ലാവരും കേട്ടോണം, AI ക്യാമറ നമ്മുടെ ഒറ്റശേഖരമംഗലത്ത് കാട്ടാക്കട ഇരിക്കുന്ന പോലെ. അതിനകത്ത് ഈ മൈക്രോ ചിപ്പ് വച്ചാൽ ചെമ്പൂർ DDRC പോകണ്ട. മനസ്സിലാകുന്നവർക്കായി ഈ മൈക്രോ ചിപ്പ് ഓടിക്കുന്ന അച്ചായൻ്റെ ഹാർട്ടിൻ്റെ ചലനം വലിച്ചെടുക്കും, കൺട്രോൾ റൂമിൽ കൊടുക്കും. അച്ചായന് ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, ഉടനെ അച്ചായൻ്റെ പുറകെ പോലീസ് വാഹനം ഓടി വരും. അച്ചായനെ സൈഡിൽ നിർത്തും. 4 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, സാറ്റലൈറ്റ് വഴി ഞങ്ങൾ മോണിറ്റർ ചെയ്തു, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക്. മനസ്സിലാകുന്നവർക്കായി പണ്ട് ഇത് വല്ലതും പറഞ്ഞാൽ പിടിക്കുമായിരുന്നു. സ്വോത്രം. പണ്ട് ആര്യങ്കോട്ട പോലീസല്ലയോ നമ്മുടെ ഒറ്റശേഖരത്ത് അങ്ങനെ ഫൈൻ അടിക്കുന്നത്, നിർത്തിയാട്ടെ 100 200 ഇങ്ങനെല്ലായിരുന്നു സ്വോത്രം. അപ്പോൾ ആര്യങ്കോട്ടുകാരെ പോലീസുകാർ അവിടെ നിന്ന് കാശ് ചായ കുടിക്കുന്നു കണ്ടില്ലയോ. ഒറ്റശേഖരമംഗലത്ത് ചേട്ടന് ചേച്ചിയോടെ പോകും. ചേട്ടന് ബൈക്കുണ്ട്, ചേച്ചിക്ക് ഹെൽമറ്റ് ഇല്ല. നല്ല പാട്ട്, യേശു വരാൻ കാലമായി, യേശു വരാൻ കാലമായി. ഒറ്റശേഖരം കാലം കഴിഞ്ഞ് മണ്ഡപത്തിനകത്തോടെ എത്തുന്നതിന് വിട്ട് ഒറ്റ മൊബൈൽ കീക്കി കൂക്കു, 500 ഫൈൻ, ഹെൽമറ്റ് ഇല്ല. സന്തോഷമില്ലല്ലോ സ്വോത്രം. റെഡിയായോ? മനസ്സിലാക്കി തരാം. അതിൻ്റെ പേരാ AI ക്യാമറ. പണ്ട് എത്ര സമയമെടുക്കും? ഇത് തിരുവനന്തപുരത്ത് കെൽട്രോണി ചെയ്തു വെച്ചിരിക്കുന്നതാ. ഈ ക്യാമറ ഡയറക്റ്റ് കെൽട്രോണി ചെല്ലും. ആ സമയത്ത് സോഫ്റ്റ്വെയർ RCയുടെ ഡീറ്റെയിൽസ് കാണിക്കും. ജനാർദ്ദനപുരം കഴിഞ്ഞ് മണ്ഡപത്തെ കടവെത്തി ചേട്ടൻ റൗണ്ട് വളയ്ക്കുമ്പോൾ കീ കൂക്കു 500 ഫൈൻ. സന്തോഷമില്ലല്ലോ സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ അതിന് വിഷയവും കൂടെ ഉണ്ട് സ്വോത്രം. ഫോട്ടോയും കൂടെ വരുന്നു സ്വോത്രം. ചിലർ ഈ വിഷയമാക്കുന്നുണ്ട് ഫോട്ടോയും കൊണ്ട്. അതിൽ ചെറുപ്പക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കല്യാണം കഴിച്ചിട്ട് നീ വഴി കണ്ട പെങ്കൊച്ചിന് ബൈക്കിനകത്ത് വെച്ചിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ പോകരുത്. മനസ്സിലാകുന്നവർക്കായി. ചില ചെറുപ്പക്കാരുടെ കുഴപ്പമുണ്ട്. കല്യാണം കഴിച്ചപ്പോൾ പെണ്ണ് വീട്ടുകാർ അവന് പാസ് നല്ലൊരു ഹീറോ ഹോണ്ട വണ്ടി കൊടുത്തു. RC ബുക്ക് ആരുടെ പേരിലായിരുന്നു? പയ്യൻ്റെ പേരിലായിരുന്നു. മനസ്സിലാകുന്നവർക്കായി. കുടുംബകലഹം ഒഴിവാക്കാനായി പറയുന്ന സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? എന്ത് സംഭവിക്കുന്നത്? കാട്ടാക്കട കൂടെ പോകുമ്പം പരിചയമുള്ളൊരു പെങ്കൊച്ച്, പാവപ്പെട്ട പയ്യനായിരുന്നു സ്വോത്രം. അവൻ ചൂണ്ടുപലകയെ വെച്ച് കയറ്റി കഷ്ടകാലത്തിന് അങ്ങോട്ട് അപ്പം ക്ലിക്കടിച്ചു. അവൻ കിള്ളിയിലെത്തുന്നതിന് പെട്ട് ഭാര്യയുടെ ടച്ച് മൊബൈൽ ഇതാ വരുന്നു, ചേട്ടൻ്റെ പുറയിലൊരു പെങ്കൊച്ച്. സന്തോഷമില്ലല്ലോ. അടിയപ്പം നടക്കുമെന്ന് ചോദിച്ചാൽ മതി സ്വോത്രം. അങ്ങനെ കയറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുറകെ ഒരു ഹെൽമറ്റൂടെ വെച്ച് പോവുക. സന്തോഷമില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട സ്വോത്രം. അയ്യോ സഹോദരിമാരെ നമ്മൾ വിടണ്ട സ്വോത്രം. പണ്ട് സഹോദരിമാരൊക്കെ ഭാരത സ്ത്രീധൻ പാവശുദ്ധി എന്നൊക്കെയായിരുന്നു. സഹോദരി വഴി വെച്ച് പയ്യനെങ്ങാനും കണ്ട് ഇതിനകത്ത് കയറ്റല്ലേ, ചേട്ടൻ്റെ മൊബൈൽ നമ്പർ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ചേട്ടൻ എവിടെയെങ്കിലും നല്ല പണി പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും RC ബുക്ക് ചേട്ടൻ്റെ ആര്യങ്കോടുന്ന് മാരാമുട്ട ത്തോട്ട് വന്ന വഴി ഭാര്യ താണ്ട് ഒരുത്തനെ വെച്ചോണ്ട് പോകുന്നു. തീർന്നില്ലയോ കാര്യം? മനസ്സിലാകുന്നവർക്കായി. ഈ വഴിയാധാരമായി AI വന്നിട്ട് വലിയ കുഴപ്പമായി. അങ്ങനെയെങ്കിൽ സകല മനുഷ്യൻ്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും. 4 കാര്യം കഴിഞ്ഞു. 5-മത്തെ കാര്യം എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണേ. ഇന്ന് ലോകരാജ്യങ്ങൾ ഈ ചിപ്പിനെ വരവേൽക്കുന്നു. ബാക്കിയൂടെ പറഞ്ഞുതരാം. ഇന്ന് രാത്രി നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇപ്പോൾ ഒരു ദിവസം 100 ചില്ലുവാനം പ്ലെയിനാണ് 2 വരുന്നത്. ഇതിനകത്ത് 60,000 പേരാ വരുന്നതെന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ. കൊച്ചി എയർപോർട്ടിൽ 1,00,000 പേരാ വരുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെന്തിനു വന്നു? ലോകരാജ്യക്കാർ എല്ലാവരും കേൾക്കണം. ദുബായ് എയർപോർട്ടിലൊക്കെ ലക്ഷങ്ങളാണ് ഒഴുകി വരുന്നത്. അപ്പോൾ ഇന്ന് എലോൺ മസ്ക് പറയുന്നു, ഇവിടെ സയൻസ് ദാണ്ട് ഇവിടെ ഈ ക്യാമറ വെച്ചതുപോലെ 5-6 ക്യാമറ ലൈറ്റിനകത്ത് വെച്ച് മൈക്രോ ചിപ്പ് വെച്ചാൽ മനുഷ്യൻ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ തലയിലിരിക്കുന്ന ചിന്ത ഊറ്റിയെടുക്കും. ഇതാ കിടക്കുന്നത്. അതിൻ്റെ പേര് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ബാക്കിയൂടെ ചെറുപ്പക്കാർ കേട്ടാട്ടെ. പണ്ട് കൊലപാതകം നടക്കുമ്പോഴേ കേരള പോലീസ് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ബ്രെയിൻ മാപ്പിംഗ്. മനസ്സിലാകുന്നവർക്കായി, കരം ഉയർത്തുന്നവർക്കായി. അത് അഭയ കേസിലൊക്കെ ബ്രെയിൻ മാപ്പിങ് കിടക്കുമ്പോൾ ഇൻ്റർനെറ്റ് വഴി തലയിൽ അവർ ചെയ്തു എന്നറിയുന്നത്. പക്ഷേ ഇനി അതൊന്നും വേണ്ട. ഒരു മൈക്രോ ചിപ്പ് കൊടുത്താൽ മുഴുവനും അറിയാൻ പറ്റാവുന്ന ഒരു കാലം ഇവിടെ വരാറായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ലോകത്തുള്ള എയർപോർട്ടുകാരെല്ലാം എലോൺ മസ്കിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ചിപ്പ് തന്നാൽ വരുന്നവരുടെ തല മോണിറ്റർ ചെയ്യാം. എല്ലാവരും കേട്ടാട്ട്. തിരുവനന്തപുരത്ത് 2 ചെറുപ്പക്കാർ എവിടുന്നെങ്കിലും ബാങ്ക് കൊള്ള ചെയ്യാൻ വന്നു. അവരുടെ തലയിൽ ഈ പ്രിന്റ് ഉണ്ട്. അവരിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ദാണ്ട് ഇവിടെ ലൈറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ് അഥവാ മൈക്രോ ചിപ്പ് വലിച്ചെടുക്കും. താഴെ കൺട്രോൾ റൂമിൽ ഇവരെ പ്രത്യേകിച്ച് കാണും. പോലീസുകാർ മഫ്തി വേഷത്തിൽ വരും. ഈ 2 ചെറുപ്പക്കാരെ ആരും അറിയാതെ തൂക്കിക്കൊണ്ടു പോകാം.
അതുകൊണ്ട് ലോകം വരവേൽക്കാൻ പോകുന്നു മൈക്രോ ചിപ്പ്. 5 ആറാമത്തെ കാര്യം, ഇന്ന് എല്ലാവരും പറയുന്നു മൈക്രോ ചിപ്പ്. നമ്മുടെ പത്രത്തിൽ എന്നും കാണത്തില്ലേ? ബാങ്ക് തട്ടിപ്പ്, ഓൺലൈൻ തട്ടിപ്പ്, ATM തട്ടിപ്പ്. മനസ്സിലാകുന്നവർക്കായി തിരുവനന്തപുരത്ത് ATM, വെള്ളയമ്പലം, ആൽത്തറമൂട്, വഴുതക്കാട്, കറുത്തവർഗ്ഗക്കാർ, നൈജീരിയക്കാർ വന്നു. സ്കിമ്മർ അത് വെച്ചിട്ട് കള്ളക്കാട് ഉണ്ടാക്കി 65 ലക്ഷം രൂപയാണ് തിരുവനന്തപുരത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ഇന്നത്തെ DGP മനോജ് എബ്രഹാം സാറ് അവന്മാരിവിടെ കൊണ്ടിറക്കിയത്. അല്ലേ തന്നെ ചെമ്പൂരി കാശെടുക്കാൻ ശോശാമ സിസ്റ്റർ നിൽക്കുമ്പോൾ ഹിന്ദിക്കാരൻ വന്ന് പാട്ട് പാടത്തില്ലേ? ജാനാസനം. ശോശാമയെ നോക്കാനല്ല, കാർഡ് കിട്ടിയ കാശ് കൊണ്ടുപോയി. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ SBI, അതുപോലെ തന്നെ ഇന്നത്തെ ഫെഡറൽ ബാങ്ക്, ഇന്നത്തെ കാനറ ബാങ്ക് എല്ലാം പറയുന്നു ഈ മൈക്രോ ചിപ്പ് കയ്യിൽ കൊടുത്താൽ ATM തട്ടിപ്പുണ്ടാവത്തില്ല. ആറാമത്തെ കാര്യം. 7 ബാക്കിയൂടെ കേൾക്കണം. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ BJPയുടെ നേതാവ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം മുൻ IT മന്ത്രിയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ BJPയുടെ പ്രചരണത്തിന് വരുന്നതിന് മുമ്പ് ലണ്ടൻ, കേട്ടോണേ, ഇന്നത്തെ UK ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് എലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യക്കാർ എത്ര കോടി ജനം? 150 കോടി ജനം. ഞാൻ ചിപ്പ് തന്നാൽ ഇവിടെ എന്ത് നടക്കത്തില്ല? കൊലപാതകം നടത്തത്തില്ല, ബാങ്ക് റോബറി നടക്കത്തില്ല, കുത്തിക്കൊല നടക്കത്തില്ല. സകലതും ഒരു കമ്പ്യൂട്ടറിനകത്താക്കി സംശയമുള്ളവരെ മോണിറ്റർ ചെയ്താൽ സ്വതന്ത്ര ഭാരതമാക്കാ പറഞ്ഞത് എലോൺ മസ്ക്. മനസ്സിലാകുന്നവർക്കായി പോലീസ് സ്റ്റേഷനിൽ പോവരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ക്രിമിനൽ പുള്ളികളുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. സന്തോഷമില്ലല്ലോ? ഏത് കേസുണ്ടായാലും അവരെ തപ്പാം. അതുപോലെ ഗവൺമെൻറ് സംശയമുള്ളവരെ മുഴുവൻ മൈക്രോ ചിപ്പ് വെച്ചാൽ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം. അതിൻ്റെ പേര് GPS സംവിധാനം. ഇതൊക്കെ വരുമോ? പറഞ്ഞുതരാം. ഈ കളിക്കാവിളയ്ക്ക് അടുത്ത് മാർത്താണ്ടത്ത് പോയിട്ടുള്ള എത്ര പേരുണ്ട്? കരം ഉയർത്താം. സന്തോഷമില്ലല്ലോ? ഒത്തിരി പേരുണ്ട്. സ്വോത്രം. ചിലരാന്നേ കരം ഉയർത്തത്തില്ല. ചില സ്ഥലത്ത് ചെന്ന ആൾക്കാരടുത്ത് കരം ഉയർത്താൻ പറയാം. ചിലർ പറയും പിന്നെ പാസ്റ്റർ കല്യാണം ആലോചിക്കാനാണെന്നോ കരം ഉയർത്തുന്നത്. സ്വോത്രം. എൻ്റെ ജോലി കല്യാണം ആലോചനയല്ല. സ്വോത്രം. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരെ ആലോചിച്ചോളൂ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. പ്രത്യേകിച്ച് പാസ്റ്റർമാരോടൊരു നല്ല വാർത്ത, സ്റ്റേജിൽ ഇരിക്കുന്നവർ ദയവ് ചെയ്ത് കല്യാണം ആലോചിക്കാൻ പോകല്ലേ. എന്തെങ്കിലും നല്ലതായാൽ പറയും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കണ്ണുനീരാന്ന്. എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയ പാസ്റ്റർ ഞങ്ങളെ കുഴിയിലാക്കി. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് പാസ്റ്റർമാർ പ്രത്യേകിച്ച് കല്യാണാലോചനയ്ക്ക് പോകരുത്. ആരെങ്കിലും പറഞ്ഞു കല്ലേലിയോ ഓശെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെയെങ്കിൽ ബാക്കിയൂടെ കേട്ടോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് പാറശാല ഇഞ്ചിവിള അങ്ങോട്ട് കയറുമ്പോൾ ഒരു മെസ്സേജ് വരും, വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവിടെ പോയി ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് പാറശാല ഇറങ്ങുമ്പോൾ അടുത്ത മെസ്സേജ് വരും, വെൽക്കം ബാക്ക് BSNL കേരള. അപ്പോൾ എവിടെ? സാറ്റലൈറ്റ് നമ്മുടെ മൊബൈലിന്. ആ പ്രോജക്റ്റിൻ്റെ പേരാ ഗലീലിയോ പ്രോജക്റ്റ്. ഒരു സാറ്റലൈറ്റ് വഴി ഈ മനുഷ്യനെ നമ്മുടെ മൊബൈൽ ടവർ നിരീക്ഷിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എല്ലാവരും വെള്ള സിംഹാസനത്തിന് മുൻപാകെ വരും. ബൈബിൾ നാം ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകുക. ബാക്കി എല്ലാവരും കാണും. അതിനുവേണ്ടി ഈ കൺവെൻഷൻ ഇന്ന് രാത്രി വെച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി ദാണ്ടേ മോനെ ഇതെല്ലാവരും കാണണം. ലോകം ടെലിപ്പതിയിലേക്ക് ദാണ്ടേ എലോൺ മസ്ക് ഒരു ചെറുക്കൻ്റെ കയ്യിൽ, ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന മൈക്രോ ചിപ്പ്. എന്താ അവൻ്റെ പ്രത്യേകത? എല്ലാവരും കാണണം. സ്റ്റേജിലിരിക്കുന്നവരെല്ലാം കാണണം. അന്ത്യകാലമായി ദാണ്ടേ മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തിരിവായേക്കും. എത്ര ക്ലിയറാ! ഇതാ മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തിരിവായേക്ക്. ഇതാ ഞങ്ങളുടെ ബൈബിൾ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മൈക്രോ ചിപ്പില്ല, ആധാറില്ല, കമ്പ്യൂട്ടറില്ല. അന്ന് പത്മോസിൽ യോഹന്നാൻ എഴുതി, കൈമേലും നെറ്റിമേലും മുദ്ര. കരമുയർത്തുന്നവർക്കായി പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, പ്രവചിക്കുന്നവൻ ഭാഗ്യവാ, ഇത് എഴുതുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ട്. ദാണ്ടേ യോഗ കഴിയുവാനെ പടം എടുത്തോണ്ടോ. മസ്തിഷ്കത്തിൽ ചിപ്പ്, ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ, എലോൺ മസ്കിന്റെ. മനസ്സിലാകുന്നവർക്കായി. അവൻ എന്തുവായിരുന്നെന്നറിയാം? പോളിയോ ആയിരുന്നു. അവ എഴുന്നേറ്റ് 8 മണിക്കൂർ ചെസ് കളിച്ചു. മനസ്സിലാകുന്നവർക്കായി. ഇതാ കിടക്കുന്നു അടിമയാക്കി കൊണ്ടുപോകുന്നവർ. ഇന്ന് ശരീരത്തിനകത്തൊരു മൈക്രോ ചിപ്പ് കൊടുത്താൽ എന്ത് മരുന്ന് വേണമെന്ന് നിംസും കിംസും പറയേണ്ട. ലാപ്ടോപ്പിനകത്ത് ആ മൈക്രോ ചിപ്പ് സ്കാൻ ചെയ്താൽ നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന മരുന്നിൻ്റെ കുറിപ്പടി വരെ തന്ന് 8 മണിക്കൂർ കിടക്കയിൽ കിടന്നവനെ മൈക്രോ ചിപ്പ് കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. അന്ത്യകാലം. ഇന്ന് രാത്രി എലോൺ മസ്കിന്റെ ചിപ്പ് വെക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? മനസ്സിലാകുന്നവർക്കായി. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഞാൻ ഇനി വന്നില്ലേ
തിരുവനന്തപുരത്ത് വരാൻ പോകുന്നു എലോൺ മസ്കിന്റെ ടെസ്ലയുടെ കാർ. അതിന്റെ അവനാ ലോകപ്പം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്ക്. റഷ്യ ഉക്രൈൻ യുദ്ധം 1 മിനിറ്റ് കേട്ടിട്ട് ഞാൻ വെളിപ്പാടി പോകും. 4 വാക്യം കൂടെ പറഞ്ഞ് നിർത്താം. ബാക്കി ഇവിടെ അടുത്ത സ്ഥലത്ത് എന്താ? റഷ്യ ഉക്രൈൻ്റെ പ്രസിഡന്റ് പേര് വ്ളാഡിമിർ സെലൻസ്കി, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. നമ്മുടെ ഉക്രൈൻ്റെ സെലൻസ്കിയുടെ ഇരിക്കുന്ന സാറ്റലൈറ്റ് ഫോണ നിങ്ങളുടെ റിലയൻസ് എല്ലാം പോകാൻ പോവുക. ഇനി സാറ്റലൈറ്റ് വഴി വരാൻ പോവുക. സിഗ്നലുകൾ ടവർ വഴി കറക്റ്റ് വരും. സിം കാർഡ് പോലും ഇല്ലാതെ ഒരു ഇൻസ്റ്റാഗ്രാം നമ്പർ തരുന്നത് പോലെ സകലരെ സാറ്റലൈറ്റ് കൊണ്ടുവരും. ബാക്കി പറഞ്ഞുതരാം. എന്താ സംഭവം എന്നറിയോ? വ്ളാഡിമിർ സെലൻസ്കിയെ കൊല്ലാൻ പിന്നെ റഷ്യ എന്നൊരു മിസൈൽ വരും. ഉടനെ എലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് പറയും, കുഞ്ഞെ നിന്നെ കൊല്ലാൻ മിസൈൽ വരുന്നുണ്ട്. പുള്ളി വെള്ളറടയിൽ നിന്ന് നേരെ ആനപ്പാറയിലേക്ക് ഒറ്റ നടത്തും. മനസ്സിലാകുന്നവർക്കായി. ആനപ്പാറയിൽ മിസൈൽ വീഴും. വ്ളാഡിമിർ സെലൻസ്കി നമ്മുടെ ആനപ്പാറയിൽ നിന്ന് ചായ കുടിക്കും. മിസൈലെല്ലാം വീഴുമ്പോൾ ഒരു പാട്ട്, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. മനസ്സിലാകുന്നവർക്കായി. ലോകത്തിലെ 2ാമത്തെ വലിയ ശക്തിയാണ് റഷ്യ. അവനാ ഏറ്റവും കൂടുതൽ ആണവായുധം. അവനാ ഇന്ന് ലോകത്തെ പല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പക്ഷേ അവനോട് അടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് ഞാഞ്ഞൂല് സെലൻസ്കിയെ തകർക്കാൻ എന്തുകൊണ്ട് റഷ്യക്ക് കഴിയുന്നില്ല? അവൻ്റെ ഇരിക്കുന്ന സാറ്റലൈറ്റ് സംവിധാനം എലോൺ മസ്ക്. മനസ്സിലാകുന്നവർക്കായി. അല്ലേ അന്നേ അവനെ ശവപ്പെട്ടി കൊടുത്തതിന് സ്വോത്രം. എലോൺ മസ്കിന്റെ പാർട്ട്ണറാ ഈ ഉക്രൈൻകാരൻ വ്ളാഡിമിർ സെലൻസ്കി. ലോകം ഒരുവന്റെ കയ്യിലേക്ക് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടുത്തത് വായിച്ചിട്ട് മോളെ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. മരിക്കുന്ന കാലം കണ്ടില്ലയോ? ഇന്ന് ഓസ്ട്രേലിയ കണ്ടില്ലയോ? ഒരു ഇന്ത്യക്കാരൻ, അവൻ ഇവിടുന്ന് 27 വർഷം പോയതാ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും. യഹൂദന്റെ ഫെസ്റ്റിവലാ ഹനൂക്ക ഫെസ്റ്റിവൽ. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ആയിരക്കണക്കിന് യഹൂദന്മാർ കൂടിയടത്ത് ഒരു പയ്യനും മോനോട് വന്ന് 15 പേരെ പച്ചയ്ക്ക് കുത്തിയും വെടിവെച്ചും കൊന്നു. മനസ്സിലാകുന്നവർക്കായി. ക്ലിയറായോ? ഇതെല്ലാം ഒരിടത്ത് ചിപ്പ്, മറ്റിടത്ത് ആളെ കൊല്ലുന്ന കാലം വരും. അതാ യഹൂദന്റെ മിനാറ ഫെസ്റ്റിവൽ. അതിൻ്റെ പേരാ ഹനൂക്ക. 7 ദീപം തെളിച്ചുകൊണ്ട് തങ്ങളുടെ വരവിനെ ഓർത്ത് 8 ദിവസം ആഘോഷിക്കുന്ന ഫെസ്റ്റിവലിനിടയ്ക്ക് ഒരു IS-കാരൻ ദാണ്ട് ചെന്ന് സിഡ്നി ചെന്നിട്ട് കൊന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയ ഇന്ത്യയോട് വിശദീകരണം ചോദിക്കുന്നു. ഇന്ത്യക്കാർ കൈമലർത്തുന്നു. നീ അത് മാത്രമല്ല, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാളുകൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കപ്പെടും. അടുത്തത് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. അന്ത്യം വരെ കാത്തു നിൽക്കുന്നവനെ ചേർക്കാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത്, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്ക്. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ എൻ്റെ കാന്തൻ വരാറായി. തീർന്നില്ല. ഈ ചിപ്പ് പൊട്ടുമോ? അതുകൂടെ കേട്ടാട്ടെ. സമയമൊന്നും ആയില്ല. ഏറെ ദൂരം പോകണ്ടേ? ഞാൻ 140 കിലോമീറ്റർ 130 കിലോമീറ്ററെങ്കിലും ഞാനെത്താനുള്ള. നിങ്ങൾ കേൾക്കണം. ഇന്ന് രാത്രി ചിപ്പ് പൊട്ടോ. ദാണ്ടിന്ന് മൊട്ടറോള കമ്പനി. എല്ലാവരും കേട്ടാട്ടെ. ഒരു മൈക്രോ ചിപ്പിനകത്ത് 2 കാര്യമുണ്ട്. 1 ഒരു കണ്ടക്ടിവിറ്റിയുടെ ചിപ്പുണ്ട്. 2 ഒരു ബാറ്ററി ചാർജർ. അത് ഇതൂടെ കൈക്കകത്ത് റെഡിയാക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾ ബാൻഡേഡ് ഒട്ടിക്കുന്നത് പോലെ ഇന്ന് മൊട്ടറോള പറയുന്നു ചെയ്യാം, ജോൺസൺ പറയുന്നു ചെയ്യാം. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ടെക്നോളജി കേൾക്കണം, എന്നിട്ട് ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എല്ലാ വീട്ടിലും മൈക്രോ ചിപ്പ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. അതിനകത്ത് ബാറ്ററി ഉണ്ട്. ഒരു വീട്, 54 വയസ്സുള്ള അച്ചായൻ, 50 വയസ്സുള്ള അമ്മാമ, 24 വയസ്സുള്ള മോൻ, 22 വയസ്സുള്ള ആ മകൾ, ഇവർക്ക് 4 പേർക്കും ചിപ്പ് കൊടുക്കും. അച്ചായന് ബ്ലഡിൽ ഇത്തിരി പ്രശ്നമുണ്ട്. 6 മാസം കഴിയുമ്പോൾ ബാറ്ററി മാറ്റിയിടണം. കേട്ടോണം. ഈ ബാറ്ററി മാറ്റിയിട്ടില്ലെങ്കിൽ കൈക്കകത്തിരിക്കുന്ന ബാറ്ററി പൊട്ടും. ആസിഡ് താഴെ ഇറങ്ങും. അന്ന് മനുഷ്യൻ മരണം കൊതിക്കാൻ പോവാ. ബാക്കി കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഭാഷ പറയുന്ന റെഡിയാണോ? നിങ്ങളുടെ വീട്ടിൽ TV-ക്ക് റിമോട്ടുണ്ട്, AC-ക്ക് റിമോട്ടുണ്ട്, അതുപോലെ തന്നെ ചില ഫാനിന് റിമോട്ടുണ്ട്. 6 മാസത്തിലൊരിക്കൽ ബാറ്ററി മാറ്റിയിട്ടില്ലെങ്കിൽ ബാറ്ററി പൊട്ടി കമ്പിച്ചുരുൾ ദ്രവിച്ചിരിക്കുന്നത് എത്ര പേര് കണ്ടു? കരമുയർത്താം. സ്വോത്രം. അതുകൊണ്ടെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ വരും. അവർ പറയും, ഇത് വാങ്ങാനും വിൽക്കാനും ഇത് വെച്ചേ പറ്റത്തോളൂ. ചെമ്പൂരി കടയിൽ പോയ കാശ് എടുക്കത്തില്ല. സന്തോഷമില്ലല്ലോ. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. പല ദിവസവും ഞാൻ ടിക്കറ്റ് എടുക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഇപ്പം അവിടെ ചെല്ലുമ്പം പാസ്റ്റർമാർ ഒരു കൗണ്ടർ മാത്രമേ കാശിൻ്റെ ഉള്ളൂ. സ്വോത്രം. അവർ പറയുന്നത്, ദാണ്ട ഗൂഗിൾ പേ ഇങ്ങോട്ട് കാണിച്ചാട്ട് സ്കാൻ ചെയ്യാൻ. ഒറ്റ കൗണ്ടറേ കാശുള്ളൂ.
ബാക്കി അവിടെ നിൽക്കുന്ന ലോക്കൽ ടിക്കറ്റ് കൊടുക്കുന്നവരാ. ഇതെല്ലാം സ്കാനറിൽ പോവാനാ. ഇത് എതിർ ക്രിസ്തുവിന്റെ പരിപാടിയാ. ഇതെല്ലാം മുദ്രയിൽ കൊണ്ടുവരാൻ. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ മുദ്ര നമ്മുടെ കരങ്ങളിൽ അടിച്ചേൽപ്പിച്ചാൽ, ഒരു മൈക്രോ ചിപ്പിന്റെ രൂപത്തിൽ ഇത് ഇംപ്ലാന്റ് ചെയ്താൽ, ഒരു നേഴ്സിനെ കൊണ്ട് തൊലിയടക്കി ഫിറ്റ് ചെയ്യാം. അതിന്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം, ഫ്യൂച്ചർ ഫന്റാസിയ. ഇവിടുത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, എലോൺ മസ്ക് ചെയ്യുന്നോള് 6 മാസത്തിൽ ഈ വീട്ടിൽ അച്ചായന്റെ ശരീരത്തിനകത്ത് ഈ ചിപ്പ് പൊട്ടു. ബൈബിളിനകത്തുണ്ടോ മൈക്രോ ചിപ്പ് പൊട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ കൺവെൻഷൻ, അതുകൊണ്ടാണ് നിങ്ങൾ ഇത് കേൾക്കണമെന്ന് പറയുന്നത്. വായിക്കാവോ? വെളിപ്പാട് പുസ്തകം 16:2-11 മൈക്രോ ചിപ്പ് പൊട്ടുമോ? വായിക്കാവോ? എല്ലാവരും ബൈബിൾ എടുക്കാം മാമേ. നാട്ടുകാരോട് പറ, ഒന്നാമത്തവൻ പോയി കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും, ഇതായി മൈക്രോ ചിപ്പ് മുദ്ര എന്ന അതിന് പേര്. വെറും ചിപ്പല്ല, മൈക്രോ ചിപ്പിന്റെ മുദ്ര, മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ. സഭ എടുക്കപ്പെട്ടാൽ പിന്നെ കർത്താവില്ല, റോബോട്ട് വരുമെന്ന് ലണ്ടനിൽ വന്നോല്ലോ. അടുത്തത് വായിച്ചാട്ടെ. മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. സാധാരണ വ്രണമെന്നല്ല ബൈബിൾ എഴുതിയേക്കുന്ന ദുർവ്രണം. എല്ലാരും മലയാളം ബൈബിൾ വായിച്ചാട്ടെ. എന്താ സാധാരണ വ്രണം? നമുക്ക് ആന്റിബയോട്ടിക് കൊടുത്ത് ഉണക്കാം. ഇത് ദുർവ്രണമാ, അത് ഉണക്കാൻ പറ്റത്തില്ല. ചില മുറിവ് ഷുഗർ രോഗികൾക്ക് വന്നാൽ കൊല്ലങ്ങൾ കാല് കെട്ടിവെച്ചുകൊണ്ട് നടക്കും. മുറിവ് ഉണങ്ങാൻ പറ്റത്തില്ല, ഷുഗറിന്റെ ഹൈയാ. അതുപോലെ തന്നെ ചില ശരീരത്തിനകത്ത് ചില മുറിവ് വന്നാൽ വാടവരും. ഇവിടെ നമ്മുടെ നാടസ്ഥല മലയാളത്തിൽ ഒരു നായ്ക്ക് ശരീരത്തിൽ ചെറിയ പഴുപ്പ് മുറിവ്. അപ്പച്ചൻ വീട്ടിൽ ഇരിക്കുമ്പോഴേ നായ 4 വീടിൻ്റെ അപ്പുറത്തൂടെ പോകുന്നത്. അപ്പോൾ ആ മുറിവിൻ്റെ ഗന്ധം വരുമ്പോൾ അപ്പച്ചൻ പറയും, മോനെ വാതിലടക്കി, ആ വൃത്തികെട്ട നായ അതിലേ പോകുന്നെന്ന്. സ്വോത്രം. നായ പോകുന്നത് 4 പറമ്പിൻ്റെ അപ്പുറമാണ്. അതുപോലെ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി, മകനും മകളും കയ്യിലിരിക്കുന്ന ചിപ്പ് പൊട്ടിയാൽ ശരീരത്തിനകത്ത് ദുർവ്രണം. അതിൻ്റെ അർത്ഥം ഈ ശരീരത്തിനകത്ത് എന്താ സംഭവിക്കുന്നത്? പഴുക്കുമെന്ന് വ്രണം. ബൈബിളിനകത്തുണ്ട്. അടുത്ത വാക്കൂടെ കേട്ടിട്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണോ. ഇനി ഈ പ്രസംഗം ഇവിടെ പ്രസംഗിക്കത്തില്ല. ഇത് 3-ാം ദിവസമായതുകൊണ്ട് എത്രയും സമയം എടുക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16-11 വായിച്ചാട്ടെ. അവർ കഷ്ടത നിമിത്തം നാവും കടിച്ച് കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവായി സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. നിക്കട്ടെ അവിടെ അമ്മാമേ. ശരീരത്തിനകത്ത് അതിവേദന, ക്യാൻസറിന് മോർഫിൻ കൊടുക്കാം. പക്ഷേ ഈ ആൽക്കലൈൻ ആസിഡ്, ബാറ്ററിൽ ആസിഡ് ശരീരത്തിൽ ഇറങ്ങിയാൽ വരുന്നതിന്റെ പേരാ രക്തപ്പൊള്ള്. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഓർമ്മ വന്ന. ബ്ലഡ് വോണ്ട്, അതിൻ്റെ പേരാ ദുർവ്രണം. കാരക്കോണത്ത് മെഡിക്കൽ കോളേജിൽ എടുക്കത്തില്ല, ആരും ഇതിന് ട്രീറ്റ്മെൻറ്റ് തരത്തില്ല. പൊട്ടി ഒലിച്ച് കിടക്ക്. എവിടെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് തള്ളുന്ന ഒരു കാലം, വേദന കൊണ്ട് നാവ് കടിച്ചു മുറിക്കുന്ന ഒരു കാലം. അങ്ങനെയെങ്കിൽ നാളെ ഇവിടെ യോഗമില്ല. മഞ്ചങ്കോട്, വലിയ വഴിയെ, ചെമ്പൂര്, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്കായി ഇതാകുന്നു രക്ഷാ ദിവസം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ഇന്ന് രാത്രി എതിർ ക്രിസ്തുവിന്റെ മൈക്രോ ചിപ്പ് വെച്ച് നമ്മുടെ ശരീരത്തിനകത്ത് രക്തം ഒഴുകുന്നതിന് മുമ്പ് യേശുവിന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ വരാറ്. നഞ്ചങ്കോട് ദൈവമക്കളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. തീരാൻ പോവും 1000 ആണ്ട് വാഴ്ച. ഈ ദിവസത്തെ ഓർത്ത് യേശു എന്ത് പറഞ്ഞു? യോഹന്നാൻ 9:4 ബൈബിൾ എടുത്താട്ടെ. യേശു എന്ത് പറഞ്ഞു? വായിച്ചാട്ട് മോളെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. നിക്കട്ടെ. ഇനി പുതുവർഷത്തിന് എത്ര ദിവസമുണ്ട്? 12 ദിവസം കഴിഞ്ഞാൽ സന്തോഷമില്ലല്ലോ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഇന്ന് രാത്രി ഞാൻ എല്ലാവരോടും പറയുക, 2026 മമ്മേ, അച്ചായ, മോനെ, മോളെ, ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു തീരുമാനമെടുക്കണം. ഒരുവനോടെങ്കിലും യേശു രക്ഷകനെന്ന് പറയുവാൻ. കരമുയരുന്നില്ലല്ലോ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യണം. കാലം തീരാറായി, കാന്തൻ വരാറായി. അടുത്ത ഒരു വാക്യം ഞാനുണ്ട്. ഈ ദിവസത്തെ ഓർത്ത് യേശു പറഞ്ഞു. വായിക്കാം മോളെ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി. ഇത് കണ്ടിട്ടാ എന്റെ യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കുക. ഓ, മരണം അവരെ വിട്ടോടി പോക. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. എന്നാൽ ഇന്ന് രാത്രി മഞ്ചങ്കോട്
എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ കരമുയരുന്നില്ലല്ലോ. നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയര്. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ കാന്തന്റെ വരവിൽ ഞാൻ എടുക്കപ്പെടും. ഇതാ അവർ വിശുദ്ധ ദൂതന്മാർക്ക് കുഞ്ഞാടിന് മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. കത്തുന്ന തീപ്പൊയ്ക കരമുയർത്തുന്നവർക്കായി. പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഞാൻ ന്യായാസനങ്ങളെ തുറന്നു, അതിന്മേലിരിക്കുന്ന സർവശക്തന് ന്യായവിധിക്ക് അധികാരമുണ്ടായി. 1 മൃഗത്തോടും, 2 അതിൻ്റെ പ്രതിമയോടും, 3 അതിൻ്റെ സംഖ്യയോടും, 4 അതിൻ്റെ മുദ്രയോടും, 5 തലഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ക്രിസ്തുവിനോടും മഹാപുരോഹിതന്മാരോടും ചേർന്ന് 1000 ആണ്ട് വാണു. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. കൈവിടപ്പെട്ടു പോയവൻ ആന്റിക്രൈസ്റ്റിന്റെ മുദ്രയേറ്റ് മൃഗത്തെ വണങ്ങിയവരെ അവസാനം എഴുന്നേൽപ്പിക്കും. അവരെത്താത്തവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് ഇന്ന് രാത്രി സഭ 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ മധ്യാകാശത്ത്. ഇതിൻ്റെ ഒരു സയൻസ് പറയാൻ പോവാ. 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. 5 കമ്പാർട്ട്മെന്റാ മധ്യാകാശത്ത്. 1 മരിച്ചവരിൽ ആദ്യഫലക്കറ്റെ ക്രിസ്തു, 2 സഭയാകുന്ന മണവാട്ടി, 3 പീഡാകാല രക്തസാക്ഷികൾ, 4 2 പേർ ഇവിടെ വന്ന് മരിക്കും, അവരും പോകും, 5 ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ വാഴുവാൻ 6000 കോടി വീടൊരുങ്ങി. ഇവിടെ ഒരു സയൻസ് കൂടെ പറഞ്ഞുതരാം. ഇപ്പം ഫാസ്റ്റ് ഇങ്ങനെ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് നോക്കിക്കോണം. കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ ഇന്ത്യക്കാർ സുനിത വില്യംസും കൂടെ ആരുണ്ടായിരുന്നെന്നറിയാമോ? വില്യം ബിച്ച്മോർ, നാസയുടെ. ഇവർ രണ്ടുപേരും എവിടെ പോയെന്നറിയാമോ? നേരെ ശൂന്യാകാശത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ വെള്ളറുടെ ഡിപ്പോയിൽ വണ്ടിയുടെ ടയർ പഞ്ചറായോലെ പേടകത്തിൻ്റെ ടയർ പഞ്ചറായി. സ്വോത്രം. അവരുടെ കുപ്പിവെള്ളവും തീർന്നു, കൊണ്ടുപോയ ബദാമും നട്ട്സും ഒക്കെ തീർന്നു. അത് അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡൻ ആയിരുന്നു. അദ്ദേഹത്തെ വാട്സപ്പിൽ വിളിച്ചു, സാറേ വേറൊരു പേടകം അയച്ചു തരാൻ പറ്റുമെന്ന്. അവർ പറഞ്ഞു ഇനി ഒരു പേടകം ഉണ്ടാക്കണേ 2 വർഷം എടുക്കുമെന്ന്. അപ്പോൾ ഈ നമ്മുടെ ISRോടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പേടകം കിട്ടത്തില്ല. പിന്നെ ഈ ബൈഡനെ വിളിച്ചിട്ട് ഫോണും എടുക്കത്തില്ല. ഞങ്ങളുടെ പാസ്റ്റർമാരുടെ കണക്കായി പരിധിക്ക് പുറത്ത്. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ, സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ അവർ വാട്സപ്പ് നോക്കിയപ്പോൾ ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നു. ഈ പെങ്കൊച്ച് സുനിത വില്യം ബിച്ച്മോർ ട്രംപിനെ വിളിച്ച്, സാർ ഞങ്ങളുടെ പേടകം കേടായി, കുപ്പിവെള്ളം എല്ലാം തീർന്നു, ഇനി ഇച്ചിരി നട്ട്സേ ഉള്ളു, അണ്ടിപ്പൻ ബദാമേ ഉള്ളു, ബാക്കിയെല്ലാം തീർന്ന് ഞങ്ങളിവിടെ ചത്തുപോകും. ഉടനെ ട്രംപ് നാസയോടും കാസയോടും ചോദിച്ചു, അതുകൊണ്ട് 2 പിള്ളേർ എത്ര നാളുകൊണ്ട് അവിടെ കിടക്കുന്നു? നാസ പറഞ്ഞ് രക്ഷയില്ല സാറേ, അവർ മരിക്കത്തേ ഉള്ളൂ. ട്രംപ് ആരെ വിളിച്ചു? നമ്മുടെ എലോൺ മസ്കിനെ വിളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർലിങ്ക് ന്യൂറോലിങ്ക്. അവനോട് ചോദിച്ചു, നമ്മുടെ 2 കുഞ്ഞുങ്ങൾ മേളിലുണ്ട്, ഇറക്കാൻ പറ്റുമോ? അവ ഒറ്റയടിക്ക് പറഞ്ഞു, സാറ് വിഷമിക്കേണ്ട, LDF വരും, എല്ലാം ശരിയാകും. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ബാക്കിയൂടെ കേട്ടോ. നാണ്ടേ പിന്നെ ഈ മരത്തെ കുടുങ്ങിയ പുലിയം പൂച്ച ഇറക്കുന്ന പോലെ ഇവൻ ഒരു പാരാഗ്ലൈഡർ വിട്ടു. എല്ലാവരും കേൾക്കണം, പെന്തിക്കോസുകാർ കേട്ടാട്ടെ, ഇതൊക്കെ കേൾക്കണം. അവൻ ഒരു പാരാഗ്ലൈഡർ വിട്ടു. ഇവിടുന്ന് വാട്സപ്പ് അടിച്ചത് ആ മേളിലോട്ട് ഞാൻ സാറ്റലൈറ്റിന്റെ സംവിധാനത്തോടെ വിട്ടിട്ടുണ്ട്. ലൊക്കേഷൻ കയറുക ഒന്നുമില്ല, സാറ്റലൈറ്റ് വഴി അവൻ കൊണ്ട് താഴെ ഇറക്കിയത് 2 അവിടെ ഇറക്കിയ ബാക്കി പെന്തിക്കോസുകാർ കേട്ടാട്ട്. അപ്പം വില്യം ബിച്ച്മോർ വന്ന ഉടനെ പറഞ്ഞ എന്തുവെന്നറിയോ? യേശു ഉണ്ടായ സ്വോത്രം. ഇന്ന് നിരീശ്വരവാദികളുടെ ബഹളമാണ്. അതിൻ്റെ പ്രത്യേകത എന്താ പറയുക? യേശു ഇല്ല, ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി പാമ്പ് വരട്ട് യേശോപ്പച്ചാന്ന് ഒറ്റ വിളിയാ. സന്തോഷമില്ലല്ലോ, മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഞാനൊരു പച്ചച്ചയാണ്. നിരീശ്വരവാദികളുമായിട്ട് ചർച്ച ചെയ്യുക, നാട്ടുകാർ ചർച്ച, അന്യമതങ്ങളുമായിട്ട് ചർച്ച. നീ ഒരു മണ്ണാങ്കട്ട ചർച്ചയ്ക്ക് പോകണ്ട. എവിടെങ്കിലും നിന്ന് യേശു രക്ഷകനെന്ന് വിളിച്ചു പറ, മനസ്സിലാകുന്നവർക്കായി. ഈശ്വരവാദിയായിട്ട് ചർച്ചയ്ക്ക് പോകാൻ നിന്റെ പീസ് കർത്താവ് ഊരാറായി, മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പച്ചയ്ക്ക് പറയോ സ്വോത്രം. അപ്പം കടന്ന് കട്ടപ്പെട്ട് പെയ്ത്തൂമിനകത്ത് തമ്പേറടിച്ച് വിശ്വാസികൾ കൊണ്ട് കൊടുത്ത് ദശാംശവും കൊടുത്ത് അവനെ MAയും MPhil ചാത്രവും പഠിപ്പിച്ചപ്പോൾ ഇപ്പോൾ ഒരു പരസ്യം പറഞ്ഞ ആ സമയമുണ്ട് എവിടെങ്കിലും പോയി യേശു രക്ഷകനെന്ന് പറയുന്നു. സന്തോഷമില്ലല്ലോ. വല്ലവൻ്റെ ചായം കുടിച്ച് അവൻ്റെ കൂടെ സമ്മാദം നോക്കാതെ ഒറ്റശേഖരം മംഗലത്ത് മണ്ഡപത്തിൻ കടവിലോ, മനുഷ്യ നീ ഇവിടെ ഇന്നും മതങ്ങൾ തേടുന്നു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അപ്പം നിൽക്കുമ്പോഴായിരിക്കും ഒരു കുടിയനെ കിട്ടുന്നത്. ഇന്നാ വെച്ച ഒരു ട്രാക്ട് ചിലപ്പോൾ അന്ന് രാത്രിയാവും വായിക്കും, അവൻ്റെ കുപ്പി തട്ടി ഉടയ്ക്കും. മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് സമ്മാദത്തിന് പോകുന്നത്. ഈ പെന്തിക്കോസിലെ സമ്മാദം നിർത്തിയിട്ട് നീ എവിടെങ്കിലും കാലം തീരാറായി. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. പാസ്റ്റർമാരുടെ മക്കൾ വരുന്ന നിരീശ്വരവാദികളായി. മനസ്സിലാകുന്നവർക്കായി. ഭൂമിയിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ?
പറയാറുണ്ട്. അതിൻ്റെ പ്രത്യേകത അമ്മച്ചി അച്ഛാ ഇത് ഇവിടെ നിന്ന് കേട്ടാട്ടെ. ഒരു പ്രാവിൻ്റെ മുഖം പുരോഹിതൻ നോക്കും, നല്ല സുന്ദരമായ പ്രാവ്. മാർപതക്കത്തിലെ കത്തിയെടുത്ത് ആ പ്രാവിൻ്റെ തലയിറക്കും, രക്തം താഴെ വീഴാതെ ഞെക്കിപ്പിടിച്ചുടലോടുകൂടി യാഗപീഠത്തിനകത്ത്. ആ സമയത്ത് പുറകിലേക്ക് അതിനെ തള്ളി അങ്ങ് കളയും. ആ സമയത്ത് യാഗം നടക്കും. പുറകിലൊരു കാഴ്ചയുണ്ട്. ഒരു പ്രാവ് രക്തം വീണ് കിടക്കുന്നു, കാലെ കെട്ടുണ്ട്, ഉടൽ വിടയുന്നു. യാഗത്തളി ആചരിച്ച് താമ്രത്തൊട്ടിക്കകത്തുനിന്ന് തൻ്റെ വെള്ളം നിവർത്തിച്ചുകൊണ്ട് ചൊല്ലിക്കഴിയുമ്പോൾ തിരിച്ചവൻ്റെ കത്തി മാർപതക്കത്തിൽ ഇടാൻ നോക്കുമ്പോൾ തിരിച്ചവന്റെ കത്തി മാർപതക്കത്തിൽ ഇടാൻ നോക്കുമ്പോൾ മാതാവേ പിതാവേ ഒരു കാഴ്ചയുണ്ട്. ദാ ഒരു പ്രാവ് രക്തം വീണ് നിൽക്കുന്നു, മറ്റേതിന്റെ ഉടൽ വിറയ്ക്കുന്നു. ആരോ അവനോട് പറഞ്ഞു കാര്യം കഴിഞ്ഞില്ലേ, ഒന്നറക്ക് ആ കെട്ട്. ഈ ഉടൽ വിറയ്ക്കുന്നത് തല പോയത് മറിഞ്ഞു വീഴുമ്പോൾ രക്തം തെറിച്ചത് ഒറ്റ ഓട്ടമോട് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. ഇന്ന് രാത്രി ശുഭന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എന്റെ കാന്തൻ വരാറായി. മഞ്ചകോട് അപ്പച്ച അമ്മച്ചി സഹോദരി നാളെ യോഗമില്ല. കർത്താവിന് വേണ്ടി നീ ഇറങ്ങി. പെന്തിക്കോസുകാർ നല്ല സമയം തന്നില്ല, പാസ്റ്റർ സാക്ഷ്യം പറയാൻ സമയം തന്നില്ല, പ്രസംഗത്തിൽ നിന്നെ കുറ്റപ്പെടുത്തി കാണും. നീ ഭാരപ്പെടണ്ട. യേശുവിൻ്റെ രക്തത്താൽ നീ കഴുകൽ പ്രാപിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മുഖം കാണുവാൻ 10,000 പേര് സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ. ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ പോന്നു. കഴിഞ്ഞ രാത്രി ഞാൻ യോസഫിനെ പറ്റിയാണ് പറഞ്ഞ്. എല്ലാവരും കേൾക്കാം. ഒറ്റ സാക്ഷ്യം ഇപ്പം പാടുകയും ചെയ്യും. തീരുമാനമെടുക്കുന്നവർക്ക് തീരുമാനവും എടുക്കാം, മനസ്സിലാകുന്നവർക്കായി. സാൽവേഷൻ ആർമി എല്ലാവരും കേട്ടാട്ടെ. സാൽവേഷൻ ആർമിയുടെ ചീഫായിരുന്നു ഡോക്ടർ വില്യം ബൂത്ത്. അദ്ദേഹം ലണ്ടനിലെ 1000-ൽ പര പേരെന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 1000-ൽ പര പേരെന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ലണ്ടൻ പട്ടണം ഉണർന്നു. 4-ാം ദിവസം അവസാന രാത്രി, കടശി രാത്രി പരിശുദ്ധാത്മാഭിഷേകം കത്തിയമർന്നു. ലണ്ടനിൽ ഒരു ആത്മീയ ഉണർവ്, ആത്മീയ ആരാധന. ആശീർവാദത്തിന് സാമുവൽ വില്യം ബൂത്ത് എഴുന്നേറ്റിട്ട് ഒരു പേപ്പർ ഉയർത്തി കാണിച്ചു. ഐ വിൽ റിസൈൻ മൈ പോസ്റ്റ് ടുഡേ. ഇന്ന് രാത്രി ഞാൻ രാജിവെക്കുക. നാളെ ആരാ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്? താണ്ട് ആ ഷൂപ്പരെ തുണച്ചവൻ നമ്മുടെ സ്ഥാനത്ത് നയിക്കും. കരമുയർത്തുന്നവർക്കായി നിന്നിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവ, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവ, കൂരിരുൾ താഴ്വരെ കൂടെ പോയാൽ കരമടിച്ച് ആരാധിക്കുന്നവനെ ഉയർത്തുന്ന ദൈവ. അമ്മാമ ഇന്ന് രാത്രി പറ, എൻ്റെ കണ്ണുനീരിനൊരു മറുപടിയുണ്ട്, എൻ്റെ ദർശനത്തിനൊരു മറുപടിയുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നാളെ ഷൂപ്പരെ കടക്കത്തില്ല. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ 2025 കൺവെൻഷനകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട മക്കളായി എൻ്റെ തലമുറകളെ മാറ്റുവാൻ സാമുവൽ ബ്രിങ്ക്ലറിന്റെ കണ്ണുനീരിൽ ഇറങ്ങി വന്ന കാരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. നിർത്താം. ആരെ ചേർക്കാൻ? ഇന്ന് രാത്രി ഒരു നിഴലൂടെ പറഞ്ഞ് നിർത്തും. ഇപ്പൊ പാടും. യോസഫ്, എല്ലാവരും കേൾക്കണം ഇത്, എന്നിട്ട് കര ഉയർത്തണം. യോസഫ് ഇപ്പൊ ആരായി? മിസ്രൈമിന്റെ ഉപപ്രധാനമന്ത്രിയായി. പാസ്റ്റർമാരോടെ കേട്ടാട്ടെ. ചേട്ടന്മാർ അരിയും പലവഞ്ഞനും മേടിക്കാനാ വന്ന്, മനസ്സിലാകുന്നവർക്കായി. ബാക്കി കേട്ടു. അപ്പൊ യോസഫിന് മനസ്സിലായി, അരിയും പലവഞ്ഞണവും മാത്രമല്ല, 70 പേർക്ക് വിസയും ടിക്കറ്റും. മിസ്രൈമിന്റെ രഥങ്ങൾ എവിടെ ഇറങ്ങി? കണ്ണുമങ്ങിയ അപ്പന്റെ ഇസ്രായേലിനകത്ത് ഇറങ്ങി, മനസ്സിലാകുന്നവർക്കായി. അതൊരു നിഴലെങ്കിൽ തള്ളിക്കളഞ്ഞ കല്ല്, കരമുയർത്തുന്നവർക്കായി, യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ ചെമ്പൂരും വെള്ളറടയും മഞ്ചക്കോടും സ്വർഗത്തിന്റെ രഥങ്ങൾ ഇറങ്ങി വരാറായി. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി ഞാൻ ആരെ കൈ ഉയർത്താൻ പറയത്തില്ല. അടുത്ത ദിവസങ്ങളിൽ ഇവിടെ യോഗമുണ്ട്. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രി കഞ്ചാവും തമ്പാക്കും എല്ലാം നീ വലിച്ചു കളഞ്ഞോണം. പുതുവർഷത്തിൽ കയറുന്നതിനും വിട്ട് പെന്തിക്കോസിൽ ചേരാനല്ല, കലക്കവെള്ളത്തിൽ ചാടുന്നത് ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി. അങ്ങനെയെങ്കിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, ദൈവസഭയിൽ കരയണം, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം. അവരെ ചേർക്കാൻ യേശു വരാറായി. വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ, വലത് കരങ്ങളെല്ലാവരും ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പറയാം. മൈക്കിൽ നാട്ടുകാർ കേൾക്കട്ടെ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു, യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്നു. ചെമ്പൂരെ, മഞ്ചങ്കോടെ, വലിയ വഴിയെ, പ്ലാമ്പഴഞ്ഞിയെ, ചിലമ്പറയെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ
നീ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും എഴുന്നേറ്റാട്ടെ, ചേർന്ന് പാടി. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായ ഒരു നാട്. എല്ലാ കരങ്ങളും അടിച്ച് ഈ പാട്ട് പാടുമ്പോൾ തന്നെ എല്ലാ രോഗക്കെട്ടുകളും ശാപക്കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി അഴിയട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ. നാളെ യോഗമില്ല, മഹാദൈവത്തിന്റെ കരം ഇവിടെ വെളിപ്പെടുക. രീക ജാനക ബൗഡമനാഥന വന്തൽ കല മഹാദൈവത്തിന്റെ കരം ഇവിടെ വെളിപ്പെടുക. രീക ജാനക ബൗഡമനാഥന വന്തൽ കമന അത്തുന വൈഡമനന്തര. എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ ചേർന്ന് പാടി. എല്ലാ കരങ്ങളും അടിച്ച് നമ്മുടെ പ്രിയൻ വരാറായി. പഴയ അപ്പച്ചന്മാർ ജമ്പൂരും വെള്ളറടയിലും പാടി നമ്മുടെ യേശു മഹോന്നതനെ വേഗം കാണാൻ. ലോർഡ് ചേർന്ന് പാടി ആരാധിച്ചാട്ട്. യെസ് 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 യെസ്. പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടും അവിടെ. ദുഃഖമില്ലാത്ത പുറവിളിയില്ലാത്ത പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടും അവിടെ. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. ശക്തിയോടെ കരങ്ങളെ അടിച്ചു. രൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരങ്ങ് മഷിഹായോടു പാടുമനായി. മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ. പ്രേമകാന്തനെ കാണാൻ. എനിക്കു തരും ശുഭവസ്ത്രം നാഥനെ ധരിപ്പിക്കുമെന്ന്. മണിമാലയവൻ നാഥനെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുവേ, ആയിരമാണ്ടു വസിക്കും അവരുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുവേ, ആയിരമാണ്ടു വസിക്കും അവരുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. ഒരിക്കലും ഉയരില്ല എന്നു വിനച്ചു. എല്ലാ കരങ്ങളും കുറെ വഴുതി പോയി. ഒരിക്കലും ഉയരില്ല എന്നു വിനച്ചു. എന്റെ വിനവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ വിനവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. എല്ലാ കരങ്ങളും പഠിച്ചു. എല്ലാ കരങ്ങളും ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ശക്തിയോടെ ജനം ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടും. എല്ലാ കരങ്ങളും ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടും. രാത്രി ഒരു തീരുമാനത്തോടെ നമ്മുടെ യേശു ജീവിക്കുന്നു. നന്ദിയോടെ 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 ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു.
ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോൾ മച്ചക്കോട് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. മച്ചക്കോട് മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. എല്ലാ കരങ്ങളും പഠിച്ച് എല്ലാ കരങ്ങളും പഠിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ എല്ലാ കരങ്ങളും ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. രഗതല ബൗഡല ശാന്തരഗതല ആത്മാവിൽ ആരാധിക്കാതെ ദേവൻ വല്ലമായി ആണ്ടവരിൽ വല്ലമായി എല്ലാ രോഗങ്ങളും ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഈ രാത്രി വിടുതലിന്റെ രാത്രി. നന്ദിയപ്പ നന്ദിയപ്പ നിന്റെ കരുണയ്ക്കായി നിന്റെ ദയക്കായി ഇപ്പോൾ ഈ മക്കൾ വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചു, വേദനകൾ അവൻ ചുമന്നു. അവൻ ട്യൂമറുകൾ, എല്ലാ അന്യായ മുഴകളും, എല്ലാ തൈറോയിഡുകളും, കത്തി മയക്കുമരുന്നിന്റെ കെട്ടുകൾ, ആത്മഹത്യയുടെ കെട്ടുകൾ സ്വർഗത്തിന് ഭൂമിക്ക് നാഥന യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കൃപയേ 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 കൃപയേ. 3 രാത്രി ഞങ്ങളെ കാത്ത ദൈവത്തിന് നന്ദി അപ്പച്ച, നന്ദി അപ്പച്ച, നന്ദി അപ്പച്ച, നന്ദി അപ്പച്ച. ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്ത, കുഞ്ഞുങ്ങളെ കാത്ത, ഞങ്ങളുടെ മക്കളെ കാത്ത ദൈവം. 39 അടി പെരിട്ടോണിയസിന്റെ ചാട്ടവാറ് തകർന്ന ശരീരം. 3 കാരിനെ തൊട്ട കരം ഇന്ന് രാത്രി എന്നെ തൊടണം. എൻ്റെ ശരീരത്തിലെ രോഗത്തെ തൊടണം. കത്തി തൊടാതെ ഇന്ന് രാത്രി സർജറി നടക്കണം. ഇവിടെ ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ഇവിടെ. ദൈവത്തിൻ്റെ കരം, കടഭാരമുള്ളവർ കരമുയർത്തിയാട്ടെ. കാൽവരിയിലെ കരം ഇന്ന് രാത്രി എന്നെ തൊടണം. ഒരു ഭാരത്താൽ ആരെങ്കിലും ഇവിടെ വായിട്ടുണ്ടെങ്കിൽ കരമുയർത്തിയാട്ടെ. രോഗികൾ കരമുയർത്തിയാട്ടെ. പ്രത്യേകിച്ച് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു, ഓൺലൈനിൽ ഞങ്ങളെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മീഡിയ ഇരിക്കുന്ന സ്ഥലത്ത് സ്വർഗത്തിലേക്ക് കരമുയർത്തിയാട്ടെ. അവിടെയും ദൈവകരം ഇറങ്ങി വരും. ലോക രാജ്യങ്ങളിൽ ഞങ്ങളെ കാണുന്നവർക്ക് ഈ സമയം കരമുയർത്താം. മച്ചങ്കോട് വലിയ വഴി ഈ ഹോൺ കേൾക്കുന്ന വീട്ടിന്റെ മുറ്റത്ത് കട്ടിലിനകത്ത് കിടക്കുന്ന രോഗികൾ കരമുയർത്തിയാട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന് ഇത് മനുഷ്യനാലല്ല യഹോവയാൽ സംഭവിച്ചു. ഇന്ന് രാത്രി എല്ലാ കരങ്ങളും ഉയരട്ടെ. യോഹന്നാൻ പത്മോസിൽ ചേർന്നതുപോലെ ആദ്യനും അന്ത്യനും. യെസ്, എല്ലാ കരങ്ങളും പത്മോസിലേക്ക്. യോഗ്യനായ നിന്റെ രൂപവും ഭാവവും ഈ മക്കളിലേക്ക് ഈ രാത്രി ശക്തിയും കരങ്ങൾ ഉയരട്ടെ. ആദ്യനും അന്ത്യനും യോഹന്നാന്റെ മേൽ. ആദ്യനും അന്ത്യനും നീ മാത്രമേ. Lord Jesus. എന്റെ ഇഷ്ടങ്ങളൊന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചാട്ടെ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ കാൽവറിയിലെ രക്തത്താൽ 2026 ഞാനും എന്റെ കുടുംബവും ദൈവസന്നിധി. കരങ്ങൾ സ്വർഗത്തിലേക്ക് ആദ്യനും അന്ത്യനുമായവൻ ഇന്ന് രാത്രി. ലോർഡ് അന്ത്യനും നീ മാത്രമേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും
ഹൃദയത്തിന്റെ ആഴങ്ങളിൽ Lord Jesus. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് യോഗനാന്റെ തൊട്ടകര 7 വിളക്കിൻ നടുവിൽ പാടിയാട്ട് മകൻ ചെമ്പൂരിൽ വലിയ വഴിയിൽ ഒരിക്കൽ കൂടി 7 വിളക്കിൻ നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട് ഈ രാത്രി. Lord Jesus, the mighty moments surveyed by the presence of Holy Spirit.